ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്തഈനു ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ് സാബിരീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ പഠിക്കാനും അത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാനും അതിനെ പിന്തുടർന്ന് ജീവിക്കാനും നാം പരമാവധി പരിശ്രമിക്കണമെന്ന് ഞാൻ ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കാം. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു മതമല്ല, മറിച്ച് അതൊരു പ്രത്യയശാസ്ത്രമാണെന്ന് പറഞ്ഞു. ഒരു ദീനാണത്. സമൂഹത്തിൽ എങ്ങനെ ഡീൽ ചെയ്യണം, സമൂഹത്തിന് എന്തുമാത്രം ഗുണകരമാക്കി അതിനെ മാറ്റണം എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്, ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം. ഞാൻ പറഞ്ഞു, അലി ഇസ്സത്ത് ബഗോവിച്ച് അദ്ദേഹത്തിൻ്റെ ഇസ്ലാം രാജമാർഗം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഈ ആശയം സവിസ്തരം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ പറയുന്ന അത്രയൊന്നും പറയുന്നില്ലെങ്കിലും സലാത്തൊന്നും വെറും കേവല ആരാധനയല്ല എന്നൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ബോസ്നിയയിലെ പ്രസിഡന്റായിട്ട് പിന്നീട് മരിച്ചതാണ്. ആദ്യം അദ്ദേഹത്തിന് ഇത് പറഞ്ഞതിന് ജയിലിലടച്ചതാണ്. സലാത്ത് എന്ന് പറഞ്ഞ നിഗൂഢമായ ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു പദമാണ് അദ്ദേഹം അത് എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ. അപ്പം മതം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്ന വികാരങ്ങൾ, ചിന്തകൾ, അത് സമൂഹത്തിന് തൻ്റെ സഹജീവികൾക്ക് എങ്ങനെ ഗുണകരമാക്കി തീർക്കാം എന്നുള്ള വിശദീകരണമാണ് ഖുർആനിൽ അടങ്ങിയിട്ടുള്ളത്. അല്ലാതെ എങ്ങനെ തൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെ ഫലപ്രദമാക്കാം, എങ്ങനെ മോടി കൂട്ടാം, എങ്ങനെ ഭംഗി കൂട്ടാം എന്നല്ല ഖുർആനിൻ്റെ ചർച്ച. ഇസ്ലാമിൻ്റെ ചർച്ച അതല്ല. ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ആത്മീയത എന്ന് പറയുമ്പോൾ തന്നെ ആത്മാവിൽ നിന്ന്, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു വികാരമാണത്. മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം നിങ്ങളോടുള്ള സ്നേഹം, അതെൻ്റെ മനസ്സിൽ നിന്ന് എൻ്റെ ആത്മീയതയുടെ ഫലമായി ഉണ്ടാകുന്നതാണ്. ആർദ്രത, കരുണ, സഹജീവി സ്നേഹം, സഹജീവികളോടുള്ള കാരുണ്യം, ഇതൊക്കെ ഒരു നിയമം മൂലം ഒരു മനുഷ്യനിൽ ഉണ്ടാക്കി തീർക്കാൻ പറ്റൂല. ഇപ്പോൾ ഒരു പോലീസിനെ എന്നെ കൊണ്ടുപോയി അടിച്ചിട്ട് സ്നേഹമുണ്ടാക്കാൻ കഴിയില്ല. ഒരു തിന്മ എന്നിൽ നിന്ന് ഉണ്ടാകുമ്പോൾ ആ തിന്മയെ തടുക്കാൻ പോലീസിന് ചിലപ്പോൾ കോടതിക്കോ സർക്കാരിനോ കഴിഞ്ഞു എന്ന് വരും. എന്നെ ജയിലിൽ അടച്ചിട്ടോ മറ്റോ സർക്കാരിനോ കോടതിക്കോ പോലീസിനോ അത് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരാം ഒരു പക്ഷേ എൻ്റെ സഹജീവികളോട് എനിക്ക് സ്നേഹമുണ്ടാക്കി തീർക്കാൻ, ഭൗതികതയും ആത്മീയതയും വേറിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണത്. ഭൗതികത എന്ന് പറയുമ്പോൾ തനി ശാസ്ത്രം എന്തു പറയുന്നുവോ അത് പച്ചയായി. ഇപ്പം രാത്രിയാന്ന് പറഞ്ഞാൽ രാത്രി, ഇപ്പം പകലാന്ന് പറഞ്ഞാൽ പകൽ, ഇപ്പം രാത്രി 12 മണിയാന്ന് പറഞ്ഞാൽ 12 മണി. ഇങ്ങനെ അന്ധമായി ഒരു വിഷയത്തെ ശാസ്ത്രത്തിൻ്റെ പേരിൽ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഭൗതികത. അത് രാഷ്ട്രീയമായിട്ട് വരും. പക്ഷെ അവിടെയാണ് ഇസ്ലാമും ഖുർആനും വേറിട്ട് നിൽക്കുന്നത്. ഇസ്ലാമിന് തനി ഭൗതികതയല്ല പറയാനുള്ളത്. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ. ഇപ്പം നിങ്ങളോട് എനിക്ക്, എൻ്റെ ഭാര്യയോട്, എൻ്റെ മക്കളോട്, എൻ്റെ സഹജീവികളോട്, എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് ആർദ്രത, സ്നേഹം, കരുണ എന്നിൽ നിന്നും എൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടാക്കി തീർക്കാൻ പര്യാപ്തമായ മാർഗനിർദ്ദേശങ്ങൾ, അതാണ് ആത്മീയത യഥാർത്ഥത്തിൽ. പക്ഷേ ഇന്ന് ആത്മീയതയ്ക്ക് പുതിയ അർത്ഥങ്ങളാണ്, ആചാരാനുഷ്ഠാനങ്ങളാണ്, പള്ളിയാണ്, മദ്രസയാണ്. ഇതൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെ തനി ഭൗതികതയാണ്. പള്ളി എന്ന് പറയുന്നത് ഭൗതികതയാണ്. ആചാരാനുഷ്ഠാനങ്ങൾ തനി ഭൗതികതയാണ്. അത് ആത്മാവുമായിട്ട്, ആത്മീയതയുമായി അതിന് ബന്ധമില്ല സത്യത്തിൽ. അത് ഭൗതികതയും ഒന്നും പറയാൻ പറ്റില്ല, രണ്ടും കെട്ടതെന്നേ അതിന് പറയാൻ പറ്റുള്ളൂ. കാരണം ഭൗതികതയിലും കുറച്ചൊക്കെ നന്മകളുണ്ട്. ഭൗതികതയിൽ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ പറ്റില്ല. കുറേ നന്മകൾ ഭൗതികതയിലുണ്ട്. ആ നന്മകൾ പോലും ഇല്ലാത്ത തനി ധൂർത്തും ആഡംബരവും ശത്രുതയും തൻ്റെ സഹജീവികളോടുള്ള വിരോധവും ഇതൊക്കെ പഠിപ്പിക്കാനാണ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവൻ്റെ ചര്യകളും ഒക്കെ ഇവനെ പര്യാപ്തമാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഭൗതികതയിലും കൂട്ടാൻ പറ്റൂല അതിനെന്ന് പറയുന്നത്. ഭൗതികതയും അല്ലാതെ ആത്മീയതയും അല്ലാതെ മത അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും
ഹജ്ജും അതുപോലെ തന്നെ തീർത്ഥാടനങ്ങളും മതത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ അനുഷ്ഠാനങ്ങളുണ്ടോ അതൊക്കെ വർദ്ധിച്ചെങ്കിലും സത്യത്തിൽ ആത്മീയത ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടിരിക്കുകയെന്ന അഭിപ്രായം. പള്ളികൾ കൂടിയിട്ടുണ്ട്, ആഡംബരങ്ങൾ കൂടിയിട്ടുണ്ട്, ആചാരങ്ങൾ കൂടിയിട്ടുണ്ട്, അനുഷ്ഠാനങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷേ ഇസ്ലാം ഉദ്ദേശിക്കുന്ന ആത്മീയത ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഒരു കൃഷിയിൽ ഒരു കർഷകൻ മുമ്പില്ലാത്ത വിധം മായം ചേർക്കാൻ നിർബന്ധിതനായിരിക്കുകയാണ് അവൻ. അപ്പോൾ അവനിൽ ആത്മീയ ബോധം വളരെയല്ല ചെയ്തിട്ടുള്ളത്, തളരുക ചെയ്തിട്ടുള്ളത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അങ്ങനെ ഏത് മേഖലയിൽ നിങ്ങൾ എടുത്തു നോക്കിയാലും അറിയാം, ആത്മീയത കൂടുകയല്ല കുറയുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. അതായത് ആത്മീയത എന്താന്ന് പറഞ്ഞു? ആത്മീയത എന്ന് പറയുന്നത് തൻ്റെ മനസ്സിൽ നിന്ന്, തൻ്റെ ആത്മാവിൽ നിന്ന് തൻ്റെ സഹജീവികളോടുണ്ടായി തീരേണ്ട നന്മകളുടെ ഭാവമാണ് ആത്മീയത. സത്യത്തിൽ ഈ ആത്മീയത, ഇതാണ് ഖുർആൻ ഉദ്ദേശിക്കുന്ന ആത്മീയത. എനിക്ക് നിങ്ങളോടുള്ള കാരുണ്യം, നിങ്ങളോടുള്ള സ്നേഹം. നിങ്ങൾ ഇപ്പോൾ സോമാലിയിൽ 2,60,000 കുഞ്ഞുങ്ങൾ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഇവൻ്റെ മനസ്സ് ഇടനെഞ്ഞ് പൊട്ടുന്നുണ്ടെങ്കിൽ അവനിൽ ആത്മീയതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, അവനിൽ ആത്മീയതയുണ്ട്. സോമാലിയിൽ 2.5 ലക്ഷം കുട്ടികൾ ഭക്ഷണം കിട്ടാതെ, 2.5 ലക്ഷം മനുഷ്യർ ഭക്ഷണം കിട്ടാതെ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ ഇടനെഞ്ച് പൊട്ടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അവനിൽ ആത്മീയതയുണ്ട്. അവിടെ ഞാൻ പറയണത് 110 കോടി തനിക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോഴത്തേന് 110 കോടി ഒരൊറ്റ ദിവസം ആർഭാടത്തോടുകൂടി ദൂർത്തടിച്ച് കളഞ്ഞെങ്കിൽ അത് തൻ്റെ സമുദായത്തിൽപ്പെട്ട മുസ്ലിം രാജ്യത്തിൽപ്പെട്ട ഒരാളാണ് അത് ചെയ്തതെങ്കിൽ പോലും അവിടെ അതിനോട് വെറുപ്പ് കാണിക്കാനും അത് സമൂഹത്തിന് ഗുണകരമല്ലല്ലോ എന്ന് മനസ്സിലാക്കാനും ഇവൻ്റെ മനസ്സ് എപ്പോൾ പാകമാകുന്നുവോ അപ്പോൾ അവനിൽ ആത്മീയതയുണ്ട്. ഇപ്പം നടന്നതാണ് ഞാൻ പറയുന്നത് ഒരു സംഭവം. അത് ആരെങ്കിലും എഴുതി കൊടുത്ത് വാങ്ങിയ സർട്ടിഫിക്കറ്റായിരിക്കും, സ്വന്തം എഴുതണമെന്നാവില്ല. പക്ഷേ ഈ ഒരു സർട്ടിഫിക്കറ്റ് നേടി എന്നതിൻ്റെ പേരിൽ ഒരു രാജകുമാരൻ ഒരൊറ്റ ദിവസം കൊണ്ട് പൊട്ടിച്ചത് 110-150 കോടിയാണ്. ഇത് ആ തൊട്ട് കയ്യെത്താ ദൂരത്ത് ആണ് സോമാലിയ കിടക്കുന്നത്. അപ്പോൾ തൊട്ട് കയ്യെത്താ ദൂരത്ത് സോമാലിയ കിടക്കുമ്പോൾ പട്ടിണി കൊണ്ട് മരിക്കുന്ന ഒരു രാജ്യത്ത് തൻ്റെ സഹോദരന്മാരായ സഹജീവികൾ പട്ടിണി കൊണ്ട് മരിക്കുമ്പോൾ ഈ ദൂർത്ത് ഇത് ഇസ്ലാമികമല്ല എന്നും ഇത് ആത്മീയതയല്ല എന്നും ഇത് ശരിയല്ലല്ലോ എന്നും ഒരാളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ, മനസ്സിൽ നിന്നൊരു പ്രതിഷേധമെങ്കിലും അവൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്നുവെങ്കിൽ അവിടെയാണ് ആത്മീയത കുടികൊള്ളുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഇവൻ്റെ താടി എത്ര നീട്ടുണ്ട്, ഇവൻ ആരാധനയിൽ എത്രമാത്രം സൂക്ഷ്മത കാണിക്കുന്നുണ്ട്, ഇവന് നോമ്പ് എത്ര എടുക്കുന്നുണ്ട്, ഇതൊന്നുമല്ല ഇവൻ്റെ ആത്മീയതയുടെ ആഴമളക്കാനുള്ള മാനദണ്ഡം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെയാണ് സത്യത്തിൽ ആത്മീയത കാണേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമല്ല, ഖുർആനിൻ്റെ അഭിപ്രായം അതാണ്. ഖുർആൻ അവിടെയാണ് കാണുന്നത്. അതാണ് ഞാൻ പറയേണ്ടത്. ഒരു കർഷകൻ മുസ്ലിമാണ് ആള്, അവനിൽ നമസ്കാരമുണ്ട്, അവനിൽ നോമ്പുണ്ട്, അവനിൽ ഹജ്ജുണ്ട്. പക്ഷേ അവനിൽ മുമ്പെങ്ങുമില്ലാത്ത വിധം തൻ്റെ സഹജീവികളെ മുഴുവൻ നശിപ്പിക്കുമാറ്, അവന് മാരകമായ രോഗങ്ങൾ വരത്തക്ക രൂപത്തിൽ അവൻ്റെ ഉൽപാദനങ്ങളിൽ മായം ചേർത്താൻ ഇവൻ പര്യാപ്തനായിരിക്കുന്നു, ഇവൻ ആ രംഗത്തേക്ക് ഉയർന്നിരിക്കുന്നു, അല്ലെങ്കിൽ ആ രംഗത്തേക്ക് അധപ്പതിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അവനിൽ ആത്മീയത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ആത്മീയത എന്ന് പറയുന്നത് ഇന്നത്തെ ആളുകൾ കാണുന്നത് ഇസ്ലാം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ ദീൻ എന്ന് കാണുന്നത് ആരാധനകളിലാണ്. മനുഷ്യന് ഗുണകരമാക്കി ഈ പ്രത്യയശാസ്ത്രത്തെയും ഈ ആശയത്തെയും തൻ്റെ സഹജീവികൾക്ക് എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്നല്ല ആലോചിക്കുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുണ്ടാവും നിങ്ങൾക്കെന്ന് വിചാരിക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്, ആത്മീയത എന്ന് പറയുന്നത് ഇതിനെ തെറ്റായി വ്യാഖ്യാനിച്ചതാണ് ലോകം ഇങ്ങനെ നശിക്കാൻ കാരണം. ലോകം ഈ രൂപത്തിൽ അരാജകത്വത്തിലേക്കും അക്രമങ്ങളിലേക്കും നാശത്തിലേക്കും മുസ്ലിം ലോകം, ഇസ്ലാമിക രാജ്യങ്ങൾ മുഴുവൻ തകർന്നടിയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഖുർആനിൻ്റെ തെറ്റായ വായനയാണെന്ന്. ഇസ്ലാമിനെ തെറ്റായി മനസ്സിലാക്കി, ഇസ്ലാമിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മനസ്സിലാക്കുകയും അത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. അതാണ് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒരു കച്ചവടക്കാരൻ, ഇപ്പം ഞാനൊരു മാഷ, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു സർട്ടിഫിക്കറ്റിന് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു മുമ്പെങ്ങോ പഠിച്ച ഒരു കുട്ടി ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യവുമായി എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവനിൽ നിന്ന് 500, 1000, 2000 കൈക്കൂലി വാങ്ങിയിട്ട് സർട്ടിഫിക്കറ്റ് എഴുതി കൊടുക്കുമ്പോൾ എൻ്റെ ആത്മീയത ഇല്ല എന്നാണ് ഞാൻ പറയണത്. എന്നിൽ ആത്മീയതയില്ല, ആത്മീയത അല്ലെങ്കിൽ എന്നിൽ ഇസ്ലാമില്ല, എന്നിൽ നന്മയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അവിടെ ഇവനിൽ മാറ്റമുണ്ടാക്കാൻ പറ്റുന്നുവോ? അവിടെയാണ് സത്യത്തിൽ ഖുർആൻ
ഇവനിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാം ഇവനിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, മതം ഇവനിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ എല്ലാ രംഗത്തും നിങ്ങളുടെ അതിനങ്ങോട്ട് നോക്കിയാൽ മതി. ഒരു ഇറച്ചി വെട്ടുകാരനാണെങ്കിൽ, ഒരു മീൻ കച്ചവടക്കാരനാണെങ്കിൽ, ഒരു ഓഫീസറാണെങ്കിൽ, ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിൽ, ഒരു മതപുരോഹിതനാണെങ്കിൽ, ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഒരു മതപുരോഹിതനെ എങ്ങനെ എവിടുന്ന് ഏത് മേഖലയിൽ എടുത്തു നോക്കിയാലും ഇവനിൽ അനുഷ്ഠാനങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഇവനിൽ ആചാരങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, ഇവനിൽ ആരാധനകൾ വർദ്ധിച്ചിരിക്കുന്നു. പക്ഷേ ഇവനിൽ നിന്ന് കിട്ടേണ്ട നന്മകൾ ലോകത്തിന് കിട്ടുന്നില്ല. എങ്കിൽ അവനിൽ ആത്മീയതയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അവനിൽ ആത്മീയതയില്ല, അവനിൽ സത്യസന്ധതയില്ല. ഇവിടെ ഇന്നത്തെ മതം എന്ന് പറയുന്നത് കുറേ കഥകളാണ്. ഭയമുണ്ടാക്കുക, ദുഃഖമുണ്ടാക്കുക, പരലോകത്തെക്കുറിച്ച് പറഞ്ഞിട്ട് ഭയം ഉണ്ടാക്കുക, ഭയപ്പെടുത്തി നിർത്തുന്ന മതങ്ങളും. എന്നാൽ ഈ ഭയപ്പെടുത്തൽ തന്നെ ഏതിലേ ഉള്ളൂ? ആരാധനകൾക്ക് ഇവൻ വരാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന കാര്യത്തിലേ ഉള്ളൂ. നന്മകൾ അവനിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത് പറഞ്ഞു പേടിപ്പിക്കുന്നില്ല. നന്മകൾ ഇവനിൽ ഉണ്ടാക്കി തീർക്കാൻ ഈ പ്രസംഗങ്ങളോ ഈ പ്രഭാഷണങ്ങളോ ഈ എഴുത്തുകളോ ഈ പര്യാപ്തമാകുന്നില്ല എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പുരോഹിതന്റെ എഴുത്ത്, അല്ലെങ്കിൽ ഒരു പുരോഹിതന്റെ പ്രഭാഷണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വയല് സമൂഹത്തിൽ നന്മയുണ്ടാക്കാൻ, പള്ളിക്ക് വിരല് കൂട്ടാനല്ലാതെ, താടിയുടെ നീളം കൂട്ടാനല്ലാതെ, പാൻറിന്റെ വലിപ്പം കുറക്കാനല്ലാതെ, ഇവനിൽ നന്മയുണ്ടാക്കാൻ ഈ പ്രഭാഷണങ്ങളോ ഈ എഴുത്തുകളോ ഇവന്റെ പ്രസംഗങ്ങളോ ഇവന്റെ ക്ലാസ്സുകളോ പര്യാപ്തമല്ലെങ്കിൽ അത് ആത്മീയ പ്രഭാഷണമല്ല, അത് ആത്മീയതയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇവനിൽ ഭയമുണ്ടാക്കി തീർക്കുകയാണ്. മരണത്തെക്കുറിച്ച് ഭയം ഉണ്ടാക്കുക. മരണത്തെക്കുറിച്ച് ഭയമല്ല വേണ്ടത്. ഞാൻ പറയാറുള്ളത് യാഥാർത്ഥ്യബോധമാണ് വേണ്ടത്. മരണം യാഥാർത്ഥ്യമാണ് എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിയിൽ ഉണ്ടാകേണ്ടത്, അല്ലാതെ അതിനെക്കുറിച്ച് ഭയമല്ല ഉണ്ടാകേണ്ടത്. ഈ പുരോഹിതന്മാരതാ ചെയ്യാം, മരണത്തെക്കുറിച്ച് ഭയപ്പെടുത്തുക, ഖബറിൽ പോയിട്ട് കിട്ടാവുന്ന ശിക്ഷയെക്കുറിച്ച് ഭയപ്പെടുത്തുക, നരകത്തിൽ പോയിട്ട് കിട്ടാവുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് ഭയപ്പെടുത്തുക. ഈ ഭയങ്ങൾ സത്യത്തിൽ ഈ കുട്ടിക്കാലം മുതൽ ഈ മുസ്ലിം വിദ്യാർത്ഥികളും മുസ്ലിം സമൂഹത്തിൽ വളർന്നു വരുന്ന ഈ ഭയമാണ് സത്യത്തിൽ, ഈ ദുഃഖവുമാണ് സത്യത്തിൽ മുസ്ലിം സമൂഹത്തിലെ എവിടെയും എത്തിക്കാതിരിക്കാനുള്ള ഒരു കാരണം. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു യൂറോപ്യനെ സംബന്ധിച്ച് അതില്ല, അത് ഞാൻ പറഞ്ഞല്ലോ മുമ്പ്. ഒരു യൂറോപ്യനെ സംബന്ധിച്ച് അവൻ ഇങ്ങനത്തെ ഭയങ്ങൾ കേട്ട് വളരുന്നില്ല, ഇങ്ങനത്തെ ദുഃഖങ്ങളില്ല. അതുകൊണ്ട് തന്നെ അവൻ തൻ്റെ പിന്നാമ്പുറത്ത് ഓക്സിജൻ സിലിണ്ടറും വെച്ച് 7ാം കടലിൻ്റെ അടിയിലേക്ക് അവൻ ആണ്ടുപോവുകയാണ് അന്വേഷണവുമായിട്ട്. എവറസ്റ്റിന്റെ മുകളിലേക്ക് അവൻ കയറിപ്പോവുകയാണ് അന്വേഷണവുമായിട്ട്. അവന് പേടില്ല. ഇവിടെ ഒരു ചെറിയ പുഴയോ ഒരു തോടോ കാണുമ്പോഴത്തേന് കുട്ടിയെ പറഞ്ഞ് പേടിപ്പിക്കുക. മുത്തശ്ശിക്കഥകൾ. സത്യത്തിൽ ഈ മുത്തശ്ശിക്കഥകളാണ് സമൂഹത്തെ ഇങ്ങനെയാക്കി മാറ്റിയത്. മുത്തശ്ശിക്കഥകളിലേക്ക് തിരിച്ചു പോകണം എന്നാ ചിലവർ പറയണത്. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് മുത്തശ്ശിക്കഥകളിലേക്ക് തിരിച്ചു പോകരുത്. അത് സമൂഹത്തിലെ ഒരു ഭയവിഹ്വലരാക്കിയിട്ട് ഒന്നിനും കൊള്ളരുതാത്തവരാക്കി സമൂഹത്തെ മാറ്റുകയെ അത്തരം കഥകൾ കൊണ്ട്. ചില നന്മകളൊക്കെ ഇല്ല എന്നല്ല ഞാൻ പറയണത്, പക്ഷേ ആ നന്മകളെക്കാളൊക്കെ അതുകൊണ്ട് ദോഷങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഭയപ്പെടുത്തുക. അതുകൊണ്ടാണല്ലോ ഒരു ജലാശയം എടുത്ത് ചാടുമ്പോൾ അവിടെ ഒരു ജിന്നിനെ കണ്ടു, അല്ലെങ്കിൽ ഒരു ശൈത്താനെ കണ്ടു, ഒരു പൊട്ടിയെ കണ്ടു, അവിടുന്ന് ഉമ്മാടെ കരള് സംസാരിച്ചു എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുട്ടിക്കാലത്തുള്ള കഥകൾ കേട്ട് നമ്മൾ ഒരുപാട് വളർന്നതാ. ഈ വളരുന്ന കുട്ടി, അതൊരു മഹാൻ പറഞ്ഞതാ. ഒരു കുട്ടിയിൽ തന്നെ ഒരാളെ കിട്ടിയാൽ ആ കുട്ടിയെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. അതാണ് പറയുന്നത്. അതാണ് കുട്ടിക്കാലത്ത് തന്നെ ഇവനിൽ നരകത്തെക്കുറിച്ചോ ഇല്ലാത്ത കെട്ടുകഥകളെക്കുറിച്ചോ. അതാണല്ലോ ഇപ്പോഴത്തെ പല കുട്ടികൾക്കും ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാൻ വരെ പേടിയാണ്. ഒരു ഇരുട്ടുമുറി, നേരെ മറിച്ച് ആ റൂമിൽ ഒരാളുണ്ടെങ്കിൽ പേടില്ല. അപ്പൊ ശൂന്യതയെയാണ് ഈ കുട്ടികൾ ഭയന്നുകൊണ്ടിരിക്കുന്നത്. ശൂന്യതയെ ഭയന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നിനെയില്ല. ശൂന്യതയെപ്പോലും ഭയന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയെയാണ് ഇപ്പോൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയുന്നത്. വളരെ അപകടകരമായ രീതിയിലാണ് ആത്മീയതയും മതപഠനവും മതവിദ്യാഭ്യാസങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ്. ഇത് ഒരു സമൂഹത്തെയാണ് നശിപ്പിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, യൂറോപ്യൻ ഇങ്ങനത്തെ പേടിയൊന്നുമില്ല. 7ാം കടലിൻ്റെ ആഴിയിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. അവിടെ ജിന്നുണ്ടോ, ശൈത്താനുണ്ടോ, പൊട്ടിയുണ്ടോ, പ്രേതമുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തുണ്ടോ, ഒന്നും മൂപ്പര് പേടിച്ചിരിക്കാത്തത് കൊണ്ടാണ് ലോകം ഇങ്ങനെ പുരോഗതിയിലെത്തിയത്. അല്ലെങ്കിൽ ലോകം ഇന്നും ഒട്ടപ്പുറത്തായിരിക്കും നമ്മൾ സഞ്ചരിക്കുക. ഇപ്പോഴും എവറസ്റ്റിന്റെ മുകളിലേക്ക് കയറിപ്പോയത്, അത് ഇന്നത്തെ പത്രത്തിലുണ്ട്. എവറസ്റ്റിന്റെ മുകളിലേക്ക് കയറിപ്പോയ പെൺമുടി, എവറസ്റ്റ് കൊടുമുടി എന്നല്ല, എവറസ്റ്റ് പെൺമുടി. എന്നിട്ട് 2 മുസ്ലിം വനിതകളുടെ പേരാ കൊടുത്തിട്ടുള്ളത്.
മാധ്യമം കൊടുത്തു. അത് മാധ്യമത്തിന് അത് കൊടുക്കാൻ പ്രേരിപ്പിച്ചത് ഈ ഇസ്ലാമിന്റെ പുറത്തു പോയോണ്ടാണ്. ഇസ്ലാമിന് അകത്ത് നിന്നാൽ ഈ 2 പെൺകുട്ടികൾക്കും എവറസ്റ്റിലേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ ഇസ്ലാമിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഈ വിജയം കിട്ടിയപ്പോൾ, ആ വിജയം നേടിയപ്പോൾ അത് നമ്മളെ പത്രത്തിൽ കൊടുക്കുക. അതാ ഞാൻ പറയുന്നത്. അതിന്റെ അവകാശം സൗദി റഫ മുബറക്ക് എന്ന് പറയുന്ന പെൺകുട്ടി സൗദിയിൽ നിന്ന് പോയി ദുബായിൽ പോയി, സൗദിയിൽ നിൽക്കാൻ സമ്മതിച്ചില്ല. ഇതിന് ഈ എവറസ്റ്റ് കയറിയ കാരണം, അതിന് തീരുമാനിക്കുക കാരണം, സൗദിയിൽ നിന്ന് പോയി ദുബായിൽ പോയിട്ടാണ് ഈ ഉദ്യമത്തിന് ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഇത് നടന്നത്. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ അകത്ത് നിന്നുകൊണ്ട് ലോകത്ത് ഔന്നത്യത്തിലെത്തിയ ആളുകൾ എത്താൻ കഴിയില്ല എന്നാണ് പറയണത്. ഒരു ചിത്രകാരൻ ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു എവറസ്റ്റിൽ കയറുന്നവൻ ഉണ്ടാക്കാൻ കഴിയില്ല, ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ കലാം എന്ന് പറയണ തന്നെ ഇവരുടെ ദൃഷ്ടിയിൽ ഇസ്ലാമിന്ന് പുറത്താണ്. അപ്പൊ ഇന്നുള്ള ഇസ്ലാം എന്ന് പറയുന്ന ഇന്നത്തെ ഇസ്ലാമിന്റെ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഒരാൾക്ക് ഉയരാൻ ഒരു സാധ്യതയും ഇല്ല എന്നാണ് ഞാൻ പറയണത്. കാരണം ആ രൂപത്തിലാണ് ഇതിന്റെ സെറ്റപ്പ്, ഇതിന്റെ ക്രമീകരണം, ആ രൂപത്തിലാണ് ഇതിന്റെ പഠനങ്ങൾ വരെ. അതാ ഞാൻ പറയുന്നത്, കുട്ടികളിൽ ഞാനൊക്കെ വളർന്നത് അതും അങ്ങനെയാണ്. എങ്ങനെ ഇതിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാനൊക്കെ അങ്ങനെ വളർന്നതാണ്. അതായത് ചെറുപ്പം മുതൽ പാണനും അതുപോലെയുള്ള ആളുകളും ഇതാകൊണ്ട് പാണന്മാരെന്ന് പറഞ്ഞപ്പോൾ ജയിലിലിടും. അങ്ങനത്തെ കീഴ്ജാതിക്കാർ വന്നിട്ട് ഈ ഏലസ് എഴുതിയിട്ടും മന്ത്രം ഊതിയിട്ടും മുട്ടറുത്തിട്ടും ഇത് കണ്ടു വളർന്നതാണ് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ. പിന്നെ എങ്ങനെ അതിൽ നിന്ന് ഈ രൂപത്തിൽ വളർന്നതാണ് എൻ്റെ കുട്ടിക്കാലം മുതൽ. അന്ന് മുതലേ എനിക്ക് ദേഷ്യമുണ്ട് ഇതിനോട്. കാരണം ആകെ ഒരു കോഴി വളർന്നു വലുതായാൽ അതിനെ എങ്ങനെയെങ്കിലും വലുതായി അറുത്താൽ തിന്നാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു തങ്ങളോ ഏതെങ്കിലും ഒരു മന്ത്രവാദി വന്നിട്ട് അതിനെ കൊണ്ടുപോകും. അന്ന് മുതൽ തോന്നി ഇതിനോട് ദേഷ്യം. അതിങ്ങനെ വളർന്ന് വലുതാവുമ്പോൾ മനസ്സിലൊരാഗ്രഹം ഉണ്ടാകും. അത് വളർന്ന് വെച്ച് കറി വെച്ച് 2 പത്തിരി ഉണ്ടാക്കി ഇമ്മ തന്നാൽ കഴിക്കണമെന്ന്. അപ്പോഴത്തിന് വീട്ടിലെ ദുരിതം തീർക്കാൻ വേണ്ടിയിട്ട് മുട്ടറക്കാൻ ഏതെങ്കിലും ഒരു മന്ത്രവാദി വരും. അപ്പോൾ ഈ രൂപത്തിൽ ആളുകളെ ഭയപ്പെടുത്തി നിർത്തുന്ന പഠനവും വിദ്യാഭ്യാസവും മതപഠനവും ആത്മീയ ക്ലാസ്സുകളുമാണ് ഇവിടെ നടക്കുന്നത്. ഇത് ലോകത്തിന് പുരോഗതിയല്ല, അധോഗതിയാണ് ഉണ്ടാക്കുക എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആത്മീയത എന്താണെന്നല്ല, തിരിച്ചറിവാണ്, നന്മയാണ് ആത്മീയത. അവനിൽ നിന്നുണ്ടാകുന്ന നന്മ. അവിടെയാണ് ഭൗതികതയും ഇസ്ലാമും വേറിട്ട് നിൽക്കുന്നത്. ഇസ്ലാമിന് ദൈവികമായ ഒരു നന്മ ഇവനിൽ നിന്ന് സഹജീവികളിലോടും അവന് തന്നെയും ഗുണമാകുന്ന രൂപത്തിൽ, സഹജീവികൾക്ക് മാത്രമല്ല അവന് തന്നെയും ആത്യന്തികമായി അതാണ് ഗുണം. പല ആളുകളുടെയും ധാരണ ഇത് എനിക്ക് ഗുണം ഇതാണല്ലോ എന്നാണ്. ഞാനൊരു ആയുധ കമ്പനി തുടങ്ങുക, എനിക്കിത് ഗുണം, ഇത് വിറ്റിട്ട് ഈ ലോകത്ത് മുഴുവൻ ഇത് പൊട്ടിച്ച് ഇത് വിറ്റ് കാശ് എനിക്ക് കിട്ടും, എൻ്റെ കുടുംബത്തിനും കിട്ടുമെന്നാണ്. പക്ഷെ ആത്യന്തികമായി ഇത് ഇവന് തന്നെ വിനയായി വരും. ഇപ്പോഴല്ലെങ്കിൽ നാളെ. ഇസ്ലാമിൻ്റെ ഓരോ തത്വങ്ങളും അങ്ങനെയാണ്. ഇന്ന് കിട്ടണം അതിൻ്റെ ബെനിഫിറ്റ് എന്നല്ല. ഞാനിപ്പോൾ ഇവിടെ വിനാശകരമായ ഒരു മരുന്ന് കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ സൈഡ് നിന്ന് കൊടുക്കുക. ഞാനൊരു ഡോക്ടറാണെന്ന് വിചാരിക്കാം. അവർക്ക് വേണ്ടി ഇതിവിടെ പ്രചരിപ്പിക്കാൻ പിന്നീട് എൻ്റെ അടുത്ത തലമുറയാണ് ഇതിന് ഇരയാവുന്നത്. ഞാൻ പ്രത്യക്ഷത്തിൽ ഇവിടുന്ന് ചിലപ്പോൾ രക്ഷപ്പെട്ടു എന്ന് വരാം. പ്രത്യക്ഷത്തിൽ എൻ്റെ തലമുറയാണ്, എൻ്റെ മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമാണ് ഈ പരീക്ഷണ വസ്തുക്കൾക്ക് ഇരയാവുക എന്നുള്ളത് ഇവൻ തിരിച്ചറിയുന്നില്ല. അവ ഞാൻ പറഞ്ഞു, ആത്യന്തികമായി ഇവന് തന്നെ ദോഷമാണെന്ന് പറയാൻ കാരണം, ആത്യന്തികമായി നന്മയിലല്ലാത്ത ഏതൊന്നുണ്ടോ താൽക്കാലികമായി ഇമ്മീഡിയറ്റായിട്ട് വളരെ പെട്ടെന്ന് ഇവന് ഗുണമാണ് കിട്ടുക എങ്കിലും ആത്യന്തികമായി അവന് ദോഷമായിരിക്കും, അത് നാശമായിരിക്കും അവന് കിട്ടുക എന്ന ഈ തിരിച്ചറിവാണ് ഇസ്ലാം പറയുന്നത്. ഈ തിരിച്ചറിവ്, ഒരു തെങ്ങ് നമ്മൾ നടുമ്പോൾ നാളെ അതിൻ്റെ ബെനിഫിറ്റിന് കിട്ടണമെന്നില്ല. ഒരു തെങ്ങിൻ തൈ നമ്മൾ നടുമ്പോൾ ഒരു നല്ല പ്രവർത്തനം ഇവിടെ നമ്മൾ കാഴ്ചവെക്കുമ്പോൾ നാളെ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് തന്നെയാണ് കിട്ടണമെന്നില്ല. അതിൻ്റെ ബെനിഫിറ്റ് അടുത്ത തലമുറക്കേ ചിലപ്പോൾ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ ഓരോ കർമ്മങ്ങളും. അതാണ് യൗമുൽ ആഖിറത്തും വേണം, അടുത്ത ആഖിറത്തും വേണമെന്ന് പറയുന്നത്. ദുനിയാവും വേണം. ദുനിയാന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റായിട്ട് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് മാത്രമല്ല, ആത്യന്തികമായി അത് എത്രമാത്രം തൻ്റെ അടുത്ത തലമുറക്കും അതിൻ്റെ അടുത്ത തലമുറക്കും ഈ രാജ്യത്തിന് തന്നെയും ഈ വരാനിരിക്കുന്ന ഈ ചിന്തയാണ് ലോകത്ത് ഇത്രയെങ്കിലും നന്മയുണ്ടാക്കി തീർത്തത് ലോകത്തിന്. അതുകൊണ്ടാണ് യൂറോപ്യൻ, ഞാൻ പറഞ്ഞല്ലോ, ബഹിരാകാശത്തേക്ക് പോകുമ്പോഴും അവൻ മരിച്ചേക്കാം, കുഴപ്പമില്ല, ഞാൻ മരിച്ചോട്ടെ, പക്ഷെ അടുത്ത തലമുറയ്ക്ക് ഇത് എത്രമാത്രം ഗുണം കിട്ടും, അവിടെയാണ് അവൻ്റെ ചിന്ത.
ഞാൻ മരിച്ചോട്ടെ, എനിക്ക് പ്രശ്നമല്ല. മരണം ഒരു യാഥാർത്ഥ്യമാണ്, അതൊരു പേടിക്കേണ്ട വസ്തുവല്ല. അതവനറിയാം. അതാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, 7-ാം കടലിൻ്റെ അടിയിലേക്ക് ഊളിയിട്ട് പോകുന്ന ഒരു ശാസ്ത്രജ്ഞനെ സംബന്ധിച്ച് അവന് താൽക്കാലികമായി കിട്ടുന്ന ബെനിഫിറ്റിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നേ അല്ല. അങ്ങനെ ചിന്തിച്ച് അവന് ഒരിക്കലും പോകാൻ കഴിയില്ല. ഒരിക്കലും അവന് പോകാൻ കഴിയില്ല. ഞാൻ മരിക്കുമല്ലോ, ഞാൻ മരിച്ചാൽ പിന്നെ എന്താണ്, അതുകൊണ്ട് ഞാൻ എന്തിനു പോകണമെന്ന് അവന് വിചാരിച്ചാൽ, ഇങ്ങനെ ഈ ചിന്തയാണ് മനുഷ്യരെ പിന്നോട്ട് വലിക്കുന്നത്. ഇപ്പം നമ്മൾ ഓരോന്നും പറഞ്ഞാൽ പറയും, ഇപ്പം അതിനെന്താ കുഴപ്പം, ഇപ്പം പോക്കിലാണ് പോയാൽ പോരെ. ഇതൊരു 50 കൊല്ലം മുമ്പുള്ള ആൾ ചോദിച്ച അവിടെ നിന്നിരുന്നുവെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഞാൻ പറയുന്നത് 100 കൊല്ലം മുമ്പുള്ള ആളുകൾ ഈ പറയുന്ന ചിന്ത എല്ലാവരിലും ഉണ്ടായിരുന്നുവെങ്കിൽ ലോകം 100 കൊല്ലം പിറകിലായിരുന്നു ലോകം. ഇപ്പൊ പറയുന്നത് ഇപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ നമ്മൾ എത്തിയതൊക്കെ തന്നെ ബസ്സുണ്ട്, ലോറിയുണ്ട്, ട്രെയിനുണ്ട്, വിമാനമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, മൊബൈൽ എല്ലാം. ഇനി എന്തിനാ, ഇനിയിപ്പോൾ എന്താ ഇതൊക്കെ പോരെ, ഇനി എന്തിനെ എന്ന് ഇന്നത്തെ ജനം ചിന്തിച്ചാൽ ഇവിടെ നിൽക്കും. ഇനി ഇവിടുന്ന് ഒരടി മുന്നോട്ട് പോകില്ല ലോകം. അതാ പറയണേ, ഈ ചിന്തയിൽ ലോകത്തിലെ ഒരുപാട് ആളുകൾ ഈ ചിന്തയിൽ നിൽക്കാത്തത് കൊണ്ടാണ് ലോകം ഇങ്ങനെയെങ്കിലും എത്തിപ്പെട്ടത്. ഇപ്പം മതവിശ്വാസികളോട് പറഞ്ഞാൽ പറയും, ഇപ്പം എന്തായാലും കുഴപ്പമെന്താ, ഇപ്പം ഉള്ളതിനാണ് പോയിക്കോട്ടെ. ഞാൻ പറഞ്ഞ ഇപ്പം ഉള്ളതാണ് പോയിക്കോട്ടെ എന്നുള്ള ഈ ചിന്ത ലോകം ചിന്തിച്ചിരുന്നുവെങ്കിൽ ലോകം എവിടെ നിൽക്കുക എന്ന് പറയാൻ പറ്റൂല. ഇപ്പം ഉള്ളത് പറ്റൂല, ഇനിയും വേണം എന്നുള്ള മനുഷ്യൻ്റെ ഈ അന്വേഷണ വാഞ്ച, അന്വേഷണ ത്വരയാണ് മനുഷ്യനെ ഈ പുരോഗതിയിൽ എത്തിച്ചത്. ഈ പുരോഗതിയിലെങ്കിലും എത്തിച്ചത് അതാണ്. ഞാൻ പറഞ്ഞല്ലോ, നാളെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചല്ലോ, ഒരു സാറോട് ഞാൻ സംസാരിച്ചു. സാറ് പറയുന്നത്, എന്തിനാ നമ്മൾ ശിലയിൽ, ആ ശിലയുടെ യുഗം മാത്രമല്ല, ഒരു ഇരുമ്പ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടി വരും സമൂഹത്തെ. ശിലയിൽ തന്നെ, ശിലയിൽ നിന്ന് മാറി ഒരു ഇരുമ്പിലേക്ക് എങ്കിലും കണ്ടുപിടിക്കാനുള്ള ഒരു അറിവിലേക്ക് ജനം എത്തുകയില്ലായിരുന്നു ഇന്നത്തെ ചില ആളുകൾ പറയുന്നത്. എന്തിനാ ഈ കാവ്യത്തുണിയൊക്കെ എടുത്തിട്ട് മലയിലത്തെ തേനും തേങ്ങയും അവിടുത്തെ കിഴങ്ങൊക്കെ കുടിച്ച് പ്രകൃതിയിലേക്ക് മടങ്ങാന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു, ഒരു 100 ആളൊക്കെ പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ കുഴപ്പമൊന്നുമില്ല, 1000 ആൾ മടങ്ങിയാലും കുഴപ്പമില്ല. ലോകം മുഴുവൻ പ്രകൃതിയിലേക്ക് മടങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു ശാസ്ത്രം കണ്ടുപിടുത്തം ലോകത്ത് നടക്കൂല. ഒരു സാറുണ്ട്, ഞങ്ങളവിടെ ഉണ്ട് സാർ, ബഷീർ സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബഷീർ സ്വാമി എന്നാ പറയാൻ. അതായത് ഇങ്ങനെ കാട്ടിൽ ജീവിക്കണം, കാട്ടിൽ തേങ്ങ തിന്നിട്ട് തേൻ കുടിച്ചിട്ട് അവിടുന്ന് കിഴങ്ങ് പറിച്ചിട്ട്, ഞാൻ കുഴപ്പമൊന്നുമില്ല, സംഗതി കുഴപ്പമൊന്നുമില്ല സർ, പക്ഷേ നിങ്ങളെപ്പോലെ 100 ആൾക്കാകാം, 1000 ആൾക്കാകാം, പക്ഷേ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ ഇങ്ങനെയായാൽ ലോകം ഇനി അവരായി പിന്നെ ഒരു 15 നൂറ്റാണ്ടും അല്ല, ഒരു 20 നൂറ്റാണ്ട് പിറകോട്ട് ലോകം പോകും. ശിലയുടെ യുഗത്തിലേക്ക് പോകും, ഒരു ഇരുമ്പിൻ്റെ യുഗത്തിലേക്ക് പോലും ലോകം എത്തുകയില്ല. അപ്പം ഞാൻ പറയുന്നത്, ഒരു പ്രത്യയശാസ്ത്രം ഒരു ആശയം അവതരിപ്പിക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് മൊത്തത്തിന് ഗുണകരമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിൻ്റെ ഓരോ തത്വങ്ങളും വളരെ ചിന്തനീയമായ. അതാണ് ഖുർആൻ ഒരു ദൈവികമാണെന്ന് പറയാൻ ഞാൻ കാരണം. ഇതൊരു സാധാരണ ഒരു മനുഷ്യന് സാധാരണ ഒരു ബുദ്ധിയുടെ തലത്തിൽ നിന്നുകൊണ്ട് ഇത് പറയാൻ കഴിയില്ല. ഇതിൽ ഒരു മീഡിയം ലൈനാണ് ഖുർആനിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അന്തം വിട്ടുകൊണ്ട്, എന്താ ഈ മീഡിയം ലൈന്? ഒന്നാമതല്ല എത്തേണ്ടതെന്ന് പിന്നെ എനിക്ക് ചിന്തിച്ച മനസ്സിലായി. മീഡിയം ലൈനാണ് വേണ്ടത്. ഇന്ന് ഞാനിപ്പോൾ ബസ്സിലിങ്ങനെ വരുമ്പോൾ ആലോചിച്ചു, മീഡിയം ലൈനാകൊണ്ട് അപ്പോൾ ഈ ബസ്സിൽ കയറിയത് ഹൈ സ്പീഡിൽ ഏറ്റവും ടോപ്പ് സ്പീഡിൽ ആ ബസ് പോകുകയാണെങ്കിൽ 3 ദിവസം ബസ് ഓടൂല, 3-ാം പക്കം റോട്ടോ എടുത്തുണ്ടാവും എവിടെയെങ്കിലും. ഒരു 40-30 കിലോമീറ്റർ സ്പീഡിൽ ആ ബസ് വരണമെങ്കിൽ ആരും അതിൽ കോഴിക്കോട്ടേക്ക് കയറൂല. അപ്പോൾ ഒരു മീഡിയം, ഒരു മധ്യമ മാർഗമാകുമ്പോൾ അത് നിലനിന്ന് പോകും. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ ഞാൻ ഊഹിച്ചു. ഇതാണല്ലോ ശരി, ഉമ്മത്തൻ വസത്തൻ, ഒരു ഒരു മീഡിയം ലൈനിലെ നിലനിൽക്കാൻ കഴിയുള്ളൂ. രണ്ട് എക്സ്ട്രീമിലേക്കും പോകാൻ പറ്റൂല. അതേ പറഞ്ഞത്, ഒരു 120-130 കിലോമീറ്റർ സ്പീഡിൽ ആ ബസ് വന്നാൽ ചിലപ്പോൾ ഇന്ന് തന്നെ അവിടെ എത്തൂല. ഏറിക്കഴിഞ്ഞാൽ ഒരാഴ്ചയുടെ എവിടെയെങ്കിലും കാണാം, റോട്ടോരത്ത് ആ ബസ് ഇടിച്ചിട്ട് എവിടെയെങ്കിലും കാണും. അധികം നിലനിൽപ്പുണ്ടാവില്ല. നേരെ മറിച്ച് ഒരു 20-30 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് ആ ബസ് ദിവസേന ഓടണമെങ്കിൽ അതിൽ ആളെ കിട്ടൂല. ബസ് ഓട്ടം നിർത്തിയൊക്കെ ആൾ കയറുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറയുന്നത്, ഞാനൊരു ഉദാഹരണം നിങ്ങളുടെ മുമ്പിൽ വെച്ചു എന്നുള്ളൂ. അങ്ങനെ നിങ്ങൾ ഏതൊരു ഉദാഹരണത്തിലേക്ക് നോക്കൂ. എക്സ്ട്രീമിൽക്കല്ല പോകേണ്ടത്. എക്സ്ട്രീമിൽക്ക് എന്ന് പറയുമ്പോൾ എന്നോട് പറഞ്ഞു, ഓട്ട മത്സരത്തിൽ ഒന്നാമതെത്തിയിട്ട് ഒരു 100 വ്യത്യാസത്തിനൊക്കെ ബോൾട്ട് ഒന്നാമതെത്തി. എന്താ പ്രശ്നം, എന്താ കാര്യം? ഈ ബോൾട്ട് അല്ലേ പിന്നെ ആഫ്രിക്കക്കാരൻ
ഒന്നാമത് ഒരു ചരട് വലിപ്പത്തിനൊക്കെ പാവം ഇതിനെ പ്ലെയിനിൽ കയറ്റി ആ ജനത പട്ടിണിയില്ല. എന്നിട്ട് ഇവൻ കിട്ടുന്ന കോടികൾ കള്ളുപിടിച്ചിട്ട് ഇപ്പം നശിപ്പിക്കുക. എന്താ ഒരു ചരട് വലിപ്പത്തിൽ, ഒരു ചരടിന്റെ വ്യത്യാസത്തിൽ ഒന്നാമതെത്തി. ഇതാ വ്യത്യാസം. ഒരു ചരടിൽ ഒരു നൂല് വ്യത്യാസത്തിന് മറ്റൊരാൾ രണ്ടാമതെത്തി. ലോകത്തിന് ഇതെന്തുകൊണ്ട്? അവിടെയാണ് ആത്മീയതയെക്കുറിച്ച് നമ്മൾ ഇത് ലോകത്തിന് എന്ത് നന്മ ചെയ്തു എന്നാണ്, അവിടെയാണ് നന്മ കാണേണ്ടത്. നേരെ മറിച്ച് ഇതിന് ചിലവഴിക്കേണ്ട കോടികൾ ഈ ഒരു നൂല് വ്യത്യാസം. ഇത് ഈ പോത്തുകളെ പോലെ വളർത്തിയെടുത്ത് പിന്നെ കുറച്ച് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഭക്ഷണം കൊടുത്ത് ഫുഡും കൊടുത്ത് ഇനി പോരെങ്കിൽ ശേഷം ഇഞ്ചക്ഷനും കൊടുത്ത് ഇവൻ എങ്ങനെയെങ്കിലും ഈ കുതിരയെ പോലെയോ കാളയെ പോലെ വളർത്തിയെടുത്ത് ഒന്നാമത് എത്തിച്ചു. കോടികൾ ഇവൻ സമ്പാദിച്ച് എവിടെയെങ്കിലും യൂറോപ്പിൽ എവിടെയെങ്കിലും പോയി കള്ളുഷാപ്പിൽ കയറി മുഴുവൻ ദൂർത്തടിച്ച് മുഴുവൻ നശിപ്പിച്ചു. ആ ജനത എവിടെ? ഇവനെ വളർത്തിവിട്ട ആ ജനത ഇപ്പോഴും ദുരിതത്തിലാണ്, പട്ടിണിയിലാണ്. ഇവനെ തീറ്റിപ്പോറ്റിയ ആഫ്രിക്കയിലെ ആ ജനത ഇപ്പോൾ എവിടെ? എന്താ ഈ ഒരു പ്രവർത്തനവും മനുഷ്യ ഗുണകരമാക്കി മാറ്റാൻ എന്താ ഈ ആത്മീയത ഇവനെ പ്രേരിപ്പിക്കാത്തതെന്നാണ് എൻ്റെ ചിന്ത. എന്താ ഇവനെ ഇത് പ്രേരിപ്പിക്കാത്തത്? ഏതൊരു ഇതുണ്ടെങ്കിലും ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ ഒരു പ്രവർത്തനം തൻ്റെ ജനതയ്ക്ക്, തൻ്റെ സമൂഹത്തിന് അത് ഗുണകരമാക്കി മാറ്റാൻ എന്തുകൊണ്ട് ഇത് പര്യാപ്തമാവുന്നില്ല? അങ്ങനെ ഞാൻ ഒരു ഉദാഹരണങ്ങളെ പറയുന്നുള്ളൂ. ഇതിങ്ങനെ നിങ്ങൾ വ്യാപകമായിട്ട് ഇതിനെ ചിന്താമണ്ഡലത്തിലേക്ക് വിട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിപ്പോൾ എന്താ ബോൾട്ട് ഓടി ഒരു നൂല് വ്യത്യാസത്തിനെത്തി കോടികൾ അവനെ തീറ്റിപ്പോറ്റാൻ ആ രാജ്യം ചിലവഴിച്ചു. ഒരു ഓട്ടക്കുതിരയെ പോലെയോ ഒരു ഓട്ടക്കാളയെ പോലെയോ അവനെ വളർത്തി കൊഴുപ്പിച്ച് അതും പോരാഞ്ഞിട്ട് എന്തെങ്കിലും പിന്നിക്കൂടി ഒരു ഇഞ്ചക്ഷനും കൊടുത്ത് അവനെ ഒരു നൂല് വ്യത്യാസത്തിന് ഒന്നാമതെത്തി. അവന് കിട്ടുന്ന കോടികൾ അവൻ യൂറോപ്പിലോ അമേരിക്കയിലോ പോയി ദൂർത്തടിച്ച് മുഴുവൻ നശിപ്പിച്ചു വന്ന് ഇത് നല്ല ഇതിൻ്റെ ഏത് കലയാണെങ്കിലും കായികമാണെങ്കിലും ഏത് പ്രവർത്തനമാണെങ്കിലും ആത്മീയത അവിടെ ഇടപെട്ടുകൊണ്ട് അത് സമൂഹത്തിന് ഗുണകരമാക്കി മാറ്റാൻ എല്ലാ കർമ്മങ്ങളെയും എന്തുകൊണ്ട് ഇവർ തയ്യാറാവുന്നില്ല? ഇതാണ് ഞാൻ എൻ്റെ വിനീതമായിട്ട് ഖുർആനിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്. പക്ഷെ ഈ നന്മയെ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിനുള്ള ഒരു ആലോചന മീറ്റിംഗ് അവിടെ നടന്നിരുന്നതിന് മുമ്പ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നന്മകളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്താ വഴി? അതിന് ആളുകൾ തയ്യാറല്ല. അതാ ഞാൻ എപ്പോഴും പറയണം, ഇത് ആരോട് പറയണം എന്നല്ല, ഖുർആൻ ആരോട് പറയണം. ഇതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിങ്ങോട്ട് പുറത്ത് പറയും. പ്രശ്നങ്ങൾ ഒരുപാട് ഇന്ന് ഇസ്ലാമിലുണ്ട്. ഒരുപാട് ലോകത്തോട് പറയാൻ പറ്റാത്ത കുറേ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അത് പറയും. നിങ്ങൾ എന്താ പ്രശ്നമുണ്ട് എന്ന് എല്ലാവരും പറയും. ഒറ്റക്ക് വിളിച്ച് ചോദിച്ചാലും ഒക്കെ പ്രശ്നമാണെന്നും പറയും. ഒറ്റക്ക് കിട്ടണം. അത് ഒറ്റക്കിപ്പോൾ മറ്റേ മക്കത്തെ ഇമാമിനെ വിളിച്ചിട്ട് ഒറ്റക്ക് വിളിച്ചല്ല തക്കുൽ ഹാദപ്പൊന്നും പറയണ്ട, കഴുത്ത് പോവും മിണ്ടായിരിക്കുമെന്ന് പറയും. ഇതൊക്കെ പ്രശ്നമല്ലേ എന്ന് ചോദിച്ചാൽ ഒരു ഇമാമിന് ഒറ്റക്ക് കിട്ടണം. ആളുകളുടെ ഇടയിൽ വരുന്നത് പറയില്ല. അപ്പോൾ പ്രശ്നമുണ്ട്. ഇപ്പം ഇന്നത്തെ തിന്മയെ നന്മ കൊണ്ട് നേരിടുക. അന്ന് മാധ്യമത്തിൻ്റെ എഡിറ്റർ കോളത്തിൻ്റെ മുകളിലുള്ള വാക്കാതാണ്. ഞാൻ ചോദിച്ചു, ഇവർ എഴുതട്ടെ, ഇതിൽ പ്രശ്നമില്ലെങ്കിൽ തൻ്റെ സഹോദരൻ്റെ കഴുത്ത് വെട്ടുക, വിരലും വെട്ടുക, വിശുദ്ധ ഖുർആൻ. അതെന്താ എഴുതാത്തത്? നാളെ ഇനി അതെഴുതട്ടെ. ഇവരെഴുതിയ പരിഭാഷ തന്നെയല്ലേ? ശത്രുവിൻ്റെ കഴുത്തിൻ്റെ മുകളിൽ വെട്ടുക, വെട്ടിയ ശേഷം അവൻ്റെ വിരലും വെട്ടുക, എന്നിട്ട് വിശുദ്ധ ഖുർആൻ. ഇത് നാളെ പത്രത്തിൽ കൊടുക്കുമോ? ഇത് നാളെ പത്രത്തിൽ കൊടുക്കൂല. കാരണം പ്രശ്നമുണ്ട് എന്ന് ഇവർക്കറിയാം. പക്ഷെ ഈ പ്രശ്നം എന്തുകൊണ്ട് ജനങ്ങളോട് പറയുന്നില്ല? ഇന്നത്തെ മാധ്യമത്തിലെ എഡിറ്റർ കോളത്തിലെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതിയിരിക്കുക, നന്മയെ തിന്മ കൊണ്ട് തടയുക, വിശുദ്ധ ഖുർആൻ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, നാളെ മറ്റതിടുമോ ഇവര്? അതേ ഖുർആനിൽ ഒരു വാക്കിന് ഒരു പരിഭാഷ എഴുതിയിരിക്കുക, തൻ്റെ ശത്രുവിനെ കണ്ടേടത്ത് വെച്ച് വെട്ടുക, വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും എന്ന് 291 ഇവർ എഴുതിക്കുക. ശത്രുവിനെ കണ്ടേടത്ത് വെച്ച് കൊന്നുകളയുക, വിശുദ്ധ ഖുർആൻ. എഴുതട്ടെ, അതെഴുതു. അപ്പൊ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങൾ ആര് പറയും? ഈ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ലോകത്തിന് ഗുണകരമല്ലാത്ത പ്രശ്നങ്ങൾ ഒരുപാട് ഇതിലുണ്ട്. ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ സമൂഹത്തോട് ഇത് പറയുന്നില്ല? ഈ സമൂഹത്തോട് പറയാൻ തയ്യാറാവുകയോ അതിന് മുന്നിട്ട് വരികയോ ചെയ്യുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. മൗലവിനെ അതാണല്ലോ ചെയ്തത്. മൗലവിനെ അതാ ചെയ്തത്. ഇവര് ചേകന്നൂര് എന്താ? ഞാൻ ചോദിച്ചു, എന്താ ചേകന്നൂര് ഡിസ്ക്വാളിഫിക്കേഷൻ? ഡിസ്ക്വാളിഫിക്കേഷൻ എന്താണ്? അയാൾക്ക് ഖുർആൻ അറിയില്ലേ? അറിയാം. അറബി ഭാഷ അറിയില്ലേ? അറിയാം.
അയാൾ ആരെങ്കിലും കൊന്നുകണോ? ഇല്ല. അയാൾ ആരെങ്കിലും മുതൽ കെട്ടുകണോ? ഇല്ല. അയാൾ ആരെങ്കിലും ഒരു സമൂഹത്തിൽ ആരെങ്കിലും ചൂഷണം ചെയ്തുകണോ? ഈ മതം പറഞ്ഞിട്ട് ഇല്ല. നിങ്ങളെക്കാളൊക്കെ ഭാഷ അയാൾക്ക് അറിയില്ലേ? അറിയാം. നിങ്ങളെക്കാളൊക്കെ ഖുർആൻ അറിയില്ലേ? അറിയാം. പിന്നെന്താ ഇവിടുത്തെ ഏതൊരു പുരോഹിതന്റെ ആളാണെന്ന് പറയുന്നതിനേക്കാളും ഞാൻ കോളർ വിളിക്കുക, ഞാൻ ചേകന്നൂരിന്റെ ആളാണ്, എന്നെ വിളിച്ചോളി എന്നാ പറയാം. വിളിച്ചോളി, ഒരു കുഴപ്പമില്ല. വ്യക്തിപൂജ അതിലില്ല. പക്ഷെ എന്നാലും ഇന്നത്തെ ഒരു ഞാൻ കാന്തപുരമാണ്, കാന്തപുരത്തിന്റെ ആളാണ്, ഏപ്പിയുടെ ആളാണെന്നോ മടവൂരിയാണെന്നോ അല്ലെങ്കിൽ ഏതാണ് ഔദ്യോഗികമാണെന്നോ അല്ലെങ്കിൽ ജിന്നൂരിയാണോ, ഇതിനേക്കാളൊക്കെ 1000 10,000 മടങ്ങ് ഞാൻ മേന്മയായിട്ട് കാണുന്നു. കാരണം അയാൾ അതിന് ക്വാളിഫൈഡ് ആണ്. കേരളത്തിൽ ഒരു നൂറ്റാണ്ടിൻ്റെ അപ്പുറം ഇത്രയും ക്വാളിഫൈഡ് ആയ ഒരാളാരാ? അയാൾക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ പറയൂ. ഖുർആൻ അയാൾക്ക് പറയാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ. അയാൾക്ക് ഖുർആൻ അറിഞ്ഞിരുന്നില്ല. ഏത് പണ്ഡിതനോട് ചോദിച്ചു നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഏത് ശിഷ്യന്മാരോട് ചോദിച്ചു നോക്കൂ, അയാൾ പഠിപ്പിച്ചത് അയാൾക്ക് ഖുർആൻ അറിയായിരുന്നു. അയാൾക്ക് അറബി ഭാഷ അറിയില്ലേ? അറിയാം. അയാൾ ആരെങ്കിലും മുതൽ മുക്കിക്കണോ? ഇല്ല. അയാൾ ആരെങ്കിലും കൊല്ലാൻ കൂട്ടുനിന്നിക്കണോ? ഇല്ല. അയാൾ ആരെങ്കിലും കൊന്നിക്കണോ? അതില്ല. അയാൾ ആരെങ്കിലും മുതൽ അന്യായമായി അപഹരിച്ചുക്കണോ? അതില്ല. പിന്നെ എന്താണ് അയാൾക്കുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ? നിങ്ങൾ പറയും. എന്താ ഞാൻ ചേകന്നൂരി ആയാൽ? നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. നിങ്ങൾ ധൈര്യമായിട്ട് ചേകന്നൂരി എന്ന് വെച്ചാൽ ഒരു 10 വട്ടം കൂടി വിളിക്കണം എന്ന് പറയണം. കാരണം അയാൾ അതിന് ക്വാളിഫൈഡാണ്. അങ്ങനത്തെ ക്വാളിഫൈഡ് ആയ ഒരാൾ കേരളത്തിൽ ഒരു 100 വർഷത്തിൻ്റെ ഇപ്പോഴത്തെ ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് അദ്ദേഹത്തിനുള്ള ആരാധനയായി മാറണം എന്നല്ല ഞാൻ പറയുന്നത്. ഒരു മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ പോലെ ഒരു അസോസിയേഷൻ തുടങ്ങിയിട്ട് നിങ്ങളൊരു 4 ആൾ എപ്പോഴെങ്കിലും മീറ്റിംഗ് കൂടി ഒരു 4 മാസിക അടിച്ചതിൻ്റെ ഒരു ഫാൻസ് അസോസിയേഷൻ അതിന് നടക്കണം എന്നല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കുഴപ്പം പറയും നിങ്ങൾ? എന്തെങ്കിലും ഒരു കുഴപ്പം പറയും. ഇവിടുത്തെ പുരോഹിതന്മാർ മൗലവി ഒരുപാട് ആളുകളെ കൊല്ലാൻ കൂട്ടുനിന്നിട്ടുണ്ട്. അന്യരുടെ മുതൽ മുഴുവൻ അപഹരിച്ചിട്ടുണ്ട്, ചൂഷണം ചെയ്തിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്, ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത ഇവരാണോ, ഇവരുടെ ആളാണോ എന്ന് പറയുന്നതാണോ ഇതൊന്നും ചെയ്യാത്ത നിങ്ങൾ? അയാൾ ആരുടെ മുതലാണ് അപഹരിച്ചിരിക്കുന്നത്? ഇവിടെ കേരളത്തിലെ ഏതൊരു പണ്ഡിതനാ ഈ സമൂഹത്തിൻ്റെ മുതൽ ചൂഷണം ചെയ്യാത്ത ആളുകൾ? ഒരാളെ പറയും. ഒരാളെ പറയും. എന്നാ മൗലവി മരിച്ച് അദ്ദേഹത്തിൻ്റെ തിരോധാനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹത്തിൻ്റെ കുടുംബം അദ്ദേഹത്തിൻ്റെ സ്വത്തും പോയി നോക്കിയപ്പോഴാണ് അയാൾ ആരെയും അപഹരിച്ചിട്ടില്ല. ഞാൻ വിഷയത്തിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ചു പോയി. അപ്പം ഞാൻ പറയുന്നത് ഖുർആനെ അതിൻ്റെ ശരിയായ രൂപത്തിൽ അവതരിപ്പിച്ചാലല്ലാതെ ഇനി അതിന് നമ്മളൊന്ന് ത്യാഗം ചെയ്യാം. അതാണ് വസ്തഈനു ബിസ്സബ്രി വസ്സലാത്ത് ഫഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ഇവർ പറയുന്നത് ക്ഷമിച്ചു കുത്തിരിക്കാനാ. എന്താ ക്ഷമിച്ചു കുത്തിരിക്കണം? ക്ഷമിച്ചു കുത്തിരിക്കുന്ന ആളുകളുടെ കൂടെയാണ് അല്ലാഹു. അതൊക്കെ ഈ ഭരണകർത്താക്കളുടെ നാടകങ്ങളാണ്. ആ വിളവൊന്നും നടക്കണ്ട. നിസ്കരിക്കും ചെയ്യുക, ക്ഷമിച്ച് അങ്ങനെ കുത്തിരുന്നു. അധ്വാനത്തിലൂടെ അല്ലാതെ ലോകത്ത് അള്ളാഹു കൂടെ നിന്ന ഒരു ചരിത്രം പറഞ്ഞാൽ നിങ്ങൾ. അള്ള കൂടെ നിൽക്കണമെങ്കിൽ ക്ഷമിച്ച് കുത്തിരുന്നിട്ട് എവിടെ അള്ള കൂടെ നിൽക്കണത്? എവിടെ നിന്നിക്കണം? ഈ കണ്ണട ഇവിടുന്ന് അവിടേക്ക് നീങ്ങണമെങ്കിൽ ഞാനാണ് പണിയെടുക്കണം. അല്ല ക്ഷമിച്ചിങ്ങനെ നിന്ന പഠിച്ചോനെ ഈ കണ്ണട എന്നാണ് അവിടേക്ക് നീങ്ങി കിട്ടിയെങ്കിൽ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ച് അവിടെ ഇരുന്നതല്ലാതെ. ഇത് ഭരണകർത്താക്കളുടെ നാടകങ്ങളാണ്. ഭരണകർത്താക്കൾ അട്ടിമറിച്ചതാണ് ഈ ഖുർആന്റെ മുഴുവൻ. എന്തെങ്കിലും ദുരിതം വന്നാലും അതൊക്കെ അള്ളാന്റെ വിധിയാണ്. നിങ്ങളൊന്നുകൊണ്ടും ബേജാറാകണ്ട. അപ്പോൾ ഭരണകർത്താക്കൾക്കെതിരെ തിരിയില്ലല്ലോ, അള്ളാന്റെ വിധിയാണെന്ന്. അതുകൊണ്ട് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ ക്ഷമിച്ചിരുന്നോളി. അല്ല ക്ഷമിച്ചിരിക്കണ കൂടെ ആളുകളുടെ കൂടെയാണ്. ഈ ക്ഷമിച്ചിരിക്കാത്തത് കൊണ്ടാണ് ലോകം ഈ പുരോഗതിയിലെത്തിയതെന്നാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. സ്ഥിരോത്സാഹം എന്നാണ് സബറിനർത്ഥം. സ്ഥിരോത്സാഹം. ഈ വ്യവസ്ഥിതിയെ നിങ്ങൾ നടപ്പിലാക്കുകയും അള്ളാഹുവിൻ്റെ മാർഗനിർദ്ദേശങ്ങളെ പിന്തുടരുന്ന ഒരു സമൂഹത്തെ പിന്തുടരുകയും അതിനുവേണ്ടി നിങ്ങൾ സ്ഥിരോത്സാഹമുള്ളവരായി തീരുകയും ചെയ്യുക. അങ്ങനെയാണ് ദൈവത്തിൻ്റെ സഹായം നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കേണ്ടത്. അള്ളാഹു അവരുടെ കൂടെയാണ്, സ്ഥിരോത്സാഹികളുടെ കൂടെയാണ് അള്ളാഹു. അതാണ് സബർ. അള്ളാഹു ക്ഷമിച്ചു കുത്തിരിക്കല്ല. അത് എൻ്റെ ഒരു അയൽവക്കക്കാരനുണ്ട്, മൂപ്പർക്ക് വാഴപ്പണിയാണ്. അതിൻ്റെ ഇടക്കിടക്ക് വാഴപ്പണി നല്ലോണം എടുക്കും. അതിൻ്റെ ഇടക്കിടക്ക് തൊട്ട മുമ്പിലുള്ള ആളുടെ വാഴപ്പണി എടുക്കും. ബഷീറിന് തൊട്ട മുമ്പിലുള്ള ആളാണ് വാഴപ്പണി എടുക്കുക. ഇടക്കിടക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ കച്ചവടത്തിനും പോകും. അതിനൊരു 10,000-50,000 ഇടക്കിടക്ക് കിട്ടുന്ന. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയുന്ന ആയത്തുകൊണ്ട് കുത്തിരിക്കുകയാണെങ്കിൽ ക്ഷമിച്ചങ്ങനെ കുത്തിരുന്ന ഇതൊന്നും കിട്ടൂല. അത് പോട്ടെ, ആ പഹയന്മാരെന്തെങ്കിലുമൊക്കെ പറയും, അതൊന്നും നമുക്ക് നോക്കിയിട്ട് കാര്യമല്ല, നമ്മൾ പണിയെടുക്കുക തന്നെയാണ്. അപ്പം മൂപ്പര് കിട്ടുന്ന സമയത്തൊക്കെ വാഴക്ക് വേണ്ടിയിട്ട് ഓടി നടക്കും, വാഴ വെക്കാൻ. അതിന് കഴിഞ്ഞ് എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടിയാൽ, ഒഴിവ് സമയം കിട്ടിയാൽ വേറെ എന്തെങ്കിലും ചെറിയ ചെറിയ കച്ചവടത്തിന് പോകും. ഇങ്ങനെ സ്ഥിരോത്സാഹിയാണ്. ഞാൻ പറഞ്ഞു നിങ്ങളെ മോദിയരോട് ചോദിച്ചാൽ ക്ഷമിച്ച് കുത്തിരിക്കാനല്ലേ പറയുന്നത്. ക്ഷമിച്ച് കുത്തിരിക്കാൻ ഓൽക്കൊക്കെ പറയാം. കാരണം ഓൽക്ക് അവിടെ എത്തുന്നുണ്ട്.
സംഗതി അവിടേക്ക് ഓലിക്ക് എത്തണുണ്ട്, ഓലിക്ക് പറയാം. പക്ഷേ ആരോ ഒരാൾ പറഞ്ഞ പോലെ എൻ്റെ കുട്ടികൾ കക്കൂസി പോകണമെങ്കിൽ ഞാൻ സ്ഥിരോത്സാഹി ആകണം. അപ്പോൾ സ്ഥിരോത്സാഹത്തിലൂടെയല്ലാതെ, സ്ഥിരമായ അധ്വാനത്തിലൂടെയല്ലാതെ, അവരുടെ കൂടെയല്ലാതെ അള്ളാഹു നിൽക്കുകയില്ല. അള്ളാഹു അവരുടെ കൂടെയാണ്. ഞാൻ വിചാരിച്ചു എന്താ ഒന്ന് ഉന്നതമായത് സലാത്ത്, ബല്ല ഭാഷ തന്നെ പറഞ്ഞ നിസ്കാരം. ചെറിയ ഒരു പണിയാണല്ലോ മുണ്ടാതെ ക്ഷമിച്ചിരിക്കല്. ഇന്ന് അങ്ങനെ പറയുകയാണെങ്കിൽ സലാത്ത് ചെയ്യുന്ന ആളുകളുടെ കൂടെയാണ് അള്ളാഹെന്നല്ലേ പറയേണ്ടത്. കാരണം അങ്ങനെ അല്ലെങ്കിൽ പിന്നെ ഇന്നല്ലാഹ മഅൽ മുസല്ലി എന്നാ പറയേണ്ടത്. സബർ എന്ന് പറഞ്ഞാൽ ഒരു പണിയില്ലാത്ത കാര്യമാണ്. ക്ഷമിച്ച് കുടിയിൽ അങ്ങനെ മുണ്ടാതെ കുത്തിരിക്കുക എന്ന് പറയുന്നത് പണിയില്ലാത്ത കാര്യമാണ്. പണിയെടുക്കാത്തവരെപ്പാണ് അള്ളാഹു എന്ന് പറയുന്നതിന് തുല്യമാണത്. പക്ഷെ എന്തപ്പോൾ സംഗതി പോക്കാണല്ലോ എന്ന് ഖുർആൻ സംഗതി. അപ്പോൾ അതാണ് സബർ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ ഉത്സാഹം. അങ്ങനെ അതാണ് നമുക്ക് തന്നെ ചിന്തിച്ചാൽ തോന്നുന്ന ഒരു പൊരുത്തക്കേട്. നിഷേധികൾ മരിച്ചാൽ അവരുടെ മയ്യത്തിന് നിസ്കരിക്കാൻ പോകണ്ട. നിഷേധികൾക്ക് മയ്യത്തുസ്കാരം ഉണ്ടോ എന്നാണ് എൻ്റെ ചിന്ത. നമ്മുടെ രാമനും ദേവദാസനും ജോസഫിനൊക്കെ മയ്യത്തുസ്കാരം ഉണ്ടോ? നബിനോട് മയ്യത്തുസ്കരിക്കാൻ പോകണ്ടെന്ന് പറയാൻ അതാ ചിന്ത. ഞാൻ അങ്ങനെ ആലോചിച്ച് എന്താ പിന്നെ നബിനോട് മയ്യത്തുസ്കാരം, ഓൽക്ക് മയ്യത്തുസ്കാരം ഉണ്ടോ? അപ്പോഴാണ് ഇത് ആ മൗത്ത് വേറെ മൗത്തായിരിക്കും എന്നുള്ള ഞാൻ പറയണത്. എന്താണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ലം യഹിറു അലൈഹ സുമ്മം വഅമ്യാനാണ് നമ്മളുടെ ഗുണം. അള്ളാന്റെ ആയത്താന്ന് കേൾക്കുമ്പോഴത്തേനാണ് അന്ധനായി വീഴൂലാന്ന്. ലം യഹിറു അലൈഹ ഇബാദുർ റഹ്മാൻ, എൻ്റെ ദാസന്മാർ, എൻ്റെ ഒബീഡിയൻസ്, എൻ്റെ ദാസന്മാർ, എനിക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ, എൻ്റെ കൽപ്പനക്കനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ലം യഹിറു അലൈഹ സുമ്മം വഅമ്യാനാണ്. കണ്ണും പൂട്ടിയിട്ട് അള്ളേ പറഞ്ഞിട്ട് എന്നാ വീഴൂല. ഒന്ന് ചിന്തിക്കും, ഒന്ന് ചിന്തിച്ചിട്ട് ഒന്ന് നേരെ എന്തപ്പം അങ്ങനെ തന്നെയാണോ എന്ന് ചിന്തിച്ചിട്ടേ അത് അനുസരിക്കുള്ളൂ എന്നാ ഖുർആന്റെ കൽപ്പന. ഞാൻ മുമ്പ് ആലോചിച്ചു എന്താപ്പം അള്ള പറഞ്ഞു എന്നാണ് പറഞ്ഞാൽ അതനുസരിച്ചാൽ പോരെ. അള്ള തന്നെ പോരാ, പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴത്തേനും അനുസരിക്കണ്ട. അത് എന്താണെന്ന് നേരെ കേൾക്കുക, എന്താണെന്ന് നേരെ പഠിക്കുക. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിഷേധികൾ മരിച്ച ഓല കബറിനെ പോയി നിൽക്കണ്ടെന്ന് പറയുമ്പോൾ ഓൽക്ക് തെൽക്കീനുണ്ടോയെന്ന് എൻ്റെ ചോദ്യം. ഓൽക്ക് തസ്ബീത്തുണ്ടോ? ജോസഫും ദേവദാസും രാമൻകുട്ടിയൊക്കെ മരിച്ച ഓൽക്ക് തസ്ബീത്തുണ്ടോ? തസ്ബീത്ത് എല്ലണ്ടാന്ന് നബിനോട് പറയാം. ഇങ്ങനെ ഇത് ഖുർആൻ തന്നെയാണെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക, അപ്പോഴേ ഇതിൻ്റെ ശരിയിലേക്ക് എത്തുള്ളൂ. ഞാൻ പറയണത് ഓരോ ആയത്താണ് കേൾക്കുമ്പോൾ എന്നാ ആയിക്കോട്ടെ എന്ന് പറയല്ല, എന്താ പറഞ്ഞത് എന്നൊന്ന് ചിന്തിക്കുക. ഒരു പുനർചിന്ത. അത് അള്ള തന്നെ പറഞ്ഞതാണ്, നമ്മളെ വകുപ്പല്ല. അതാണല്ലോ പറഞ്ഞത് സൂറത്ത് അൽ ഫുർഖാനുകൾ നോക്കൂ. ദൈവത്തിൻ്റെ റഹ്മാന്റെ പരമകാരുണികന്റെ അർറഹ്മാന്റെ പരമകാരുണികന്റെ അനുസരിക്കുന്ന ആളുകളുടെ ഒരു ഗുണം പറഞ്ഞതിലും യഹിറു അലൈഹ സുമ്മം റംയാനാണ്. സുമ്മ് എന്ന് പറഞ്ഞാൽ കേൾക്കാത്തവന്, റംയാനെന്ന് പറഞ്ഞാൽ അന്ധനായിക്കൊണ്ട് ആയത്തിന്റെ പുറത്തേക്ക് വീഴൂല. എന്താ പറഞ്ഞതെന്നൊന്ന് ചിന്തിക്കാം, എന്താ പറഞ്ഞതെന്നൊന്ന് പുനരാലോചിക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, ശത്രുക്കളെ കണ്ടേടത്ത് വെച്ച് കൊന്നു കളയാം. ഭയങ്കര കഷ്ടമാണ്. ഇങ്ങോട്ട് ഈ മതം സമാധാനത്തിന്റെ മതമാണെന്ന് പറയാം. ഈ ഇസ്ലാം സമാധാനത്തിന്റെ മതമാണെന്ന് പറയാം. ഇത് പറഞ്ഞ അള്ളാഹു റഹ്മാനും റഹീമാണെന്നും പറയാം. ഒക്കെപ്പാടെ യോജിക്കുന്നുണ്ട്, ഒക്കെപ്പാടെ ഒരു പൊരുത്തക്കേട്. അപ്പൊ എന്താ പ്രഭേര ഇങ്ങനെ പറയണത്? കണ്ടയിടത്ത് വെച്ച്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്നാളെ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ 2 മക്കളുണ്ട്. ഒരു മകൻ എന്തൊക്കെയോ അറിവില്ലായ്മ കൊണ്ടോ മറ്റോ വഴി തെറ്റി കുറച്ചൊക്കെ വേണ്ടാത്തരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. ഒന്നാമത് ചിലപ്പോൾ അവന് ഈ മാർഗനിർദ്ദേശം കിട്ടിയിട്ട് തന്നെ ഉണ്ടാവില്ല, കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല, കണ്ടാൽ തന്നെ വായിച്ചിട്ടുണ്ടാവില്ല, വായിച്ചാൽ തന്നെ മനസ്സിലാവണമുണ്ടാവില്ല. അങ്ങനെ ഇതൊക്കെ പാടിട്ട് പോയതാക്കാരൻ ചിലപ്പോൾ. എന്നിട്ട് മറ്റേ മകൻ്റെ അടുത്ത് ആയുധം കൊടുത്ത് വിടുക, ഓനെ വെട്ടിയാണ് കൊന്നള കണ്ടോടത്ത് വെച്ച്. എന്നിട്ട് ഇന്നെക്കുറിച്ച് പറയാം, നല്ല കരുണയുള്ള വാപ്പ, എന്നെക്കുറിച്ച് നല്ല കരുണാമയനായ വാപ്പയാണ് ആ വാപ്പ. എൻ്റെ തിയറി സമാധാനത്തിൻ്റെ തിയറിയാണെന്നും പറയാം. ഈ പൊരുത്തക്കേട്. അപ്പം ഇങ്ങനെ ആലോചിക്കുക, എന്താ ഇങ്ങനെ പറയണത്, എന്താ ഇങ്ങനെ പറയണത് ചിന്തിക്കണം. എന്നിട്ട് ഈ തെറ്റുണ്ടെങ്കിൽ ഇത് ഞാൻ പറയണത് ഇത് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഞാൻ പറഞ്ഞില്ലേ, എത്രയോ മതസമൂഹങ്ങൾ ലോകത്തുനിന്ന് വാഷ് ഔട്ടായി പോയിട്ടുണ്ട്. നമുക്ക് പേര് പോലും അറിയാത്ത ഈസാ നബിക്ക് ശേഷം മുഹമ്മദിൻ്റെ ഇടയിൽ തന്നെ നിരവധി മതങ്ങളാത്തര ലോകത്തുണ്ടായത്. പേര് പോലും അറിയില്ല. ഇത് എന്തോ എന്ത് ഭാഗ്യത്തിന് വന്നതാണോ ഈ ഇസ്ലാം ഈ രൂപത്തിൽ ഇത്രയും കാലം? ഓരോ കാലഘട്ടത്തിൽ ഓരോ പ്രശ്നങ്ങളാണ് ഉണ്ടാവുകയും. ഇപ്പോൾ കുറച്ചു കാലം മുമ്പ് ഇന്ത്യയിലുള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ
കണ്ട കല്ലുകളൊക്കെ ശിലയാക്കുക, ശില്പങ്ങളാക്കുക, പ്രതിമകളാക്കുക, കൊത്തിണ്ടാക്കുക. ഇന്നപോലെ ഇസ്ലാമിക ലോകത്ത് ഒരു പിരാന്തുണ്ടായതാണ്. ഇസ്ലാമിൻ്റെ പേരിൽ എന്തൊക്കെ കിതാബുകൾ എഴുതിണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ വിവരക്കേടുകൾ എഴുതിണ്ടാക്കാൻ പറ്റുമോ, ഇതൊരു ഹോബിയായിട്ട് നടന്നിരുന്നു. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലും ഓരോ തലക്ക് സുഖമില്ലായാണ് ആളുകൾക്ക്. അത് സമൂഹത്തിന് എന്ത് ഗുണം ചെയ്യുന്നൊന്നുമില്ല. ഒരു 3-4 നൂറ്റാണ്ട് മുമ്പ് ഇന്ത്യയിലുള്ള ഈ പ്രശ്നങ്ങളായിരുന്നു. ഒരു കല്ലിൻ്റെ പൊട്ട് കിട്ടിയാൽ മതി, അപ്പം അതിന് ശീല ഉണ്ടാക്കുക, ശില്പം ഉണ്ടാക്കുക, പ്രതിമ ഉണ്ടാക്കുക, അതിനെ മുന്നിൽ വെക്കുക, അതിനെ ആരാധിക്കുക. അങ്ങനത്തെ ഒരു 1-2 നൂറ്റാണ്ട് ഇന്ത്യൻ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ലോക ചരിത്രത്തിൽ ഓരോ കാലഘട്ടത്തിൽ ഓരോ തലക്കസൂരിലായി കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭാരം പിൻതലമുറ ഏറ്റേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാണ്ഡം, അതിൻ്റെ പ്രയാസങ്ങൾ മുൻ തലമുറ അതാ ഞാൻ പറയുന്നത്. നമ്മൾ ഏതൊരു കർമ്മം ചെയ്യുകയാണെങ്കിലും അത് ഭാവിയിൽ ഈ സമൂഹത്തിന് എങ്ങനെ ഗുണകരമാക്കി മാറ്റാം എന്ന ഈ ഖുർആനിൻ്റെ ആളുകളെ നമ്മൾ എല്ലാവരും എടുത്തു ചാടും പോലെ നമ്മൾ ചാടരുത്. എല്ലാവരും എടുത്തു ചാടും പോലെ, ഇവിടുത്തെ മതസംഘടനകൾ എടുത്തു ചാടും പോലെ ചാടാൻ നമുക്ക് കഴിയില്ല. അല്ലെങ്കിൽ അവർ കാണിക്കുന്ന പോലത്തെ പൊട്ടത്തരങ്ങൾ നമുക്ക് കാണിക്കാൻ കഴിയില്ല. നമുക്ക് വ്യക്തമായ ഒരു മാർഗദർശനത്തിൻ്റെ ഗ്രന്ഥമുണ്ട്. ആ മാർഗദർശനത്തിൻ്റെ ഗ്രന്ഥം നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ അതിനനുസരിച്ചേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട്. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഇതിനെ ഒന്ന് വികസിപ്പിക്കാൻ എന്തെങ്കിലും ചെയ്യും, ത്യാഗം ചെയ്യപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞാൽ ഞമ്മക്കൊക്കെ വിശ്രമിക്കാം. അതുകൊണ്ട് നമ്മൾ കുറച്ച് ത്യാഗം, ആദ്യത്തെ ആളുകൾ നിങ്ങൾ ത്യാഗം ചെയ്തോളൂ. അങ്ങനത്തെ ത്യാഗത്തിലൂടെ അല്ലാതെ ഒരു പ്രസ്ഥാനവും വളർന്നിട്ടില്ല. നമ്മളെ സോഷ്യലിസം എന്ന് പറയുന്ന ഇവിടെ വരുമ്പോൾ അടിയാണ്, കണ്ടോടത്ത് വെച്ച് അടിയായിരുന്നു. മുജാഹിദ് തന്നെ ഇവിടെ വന്നപ്പോൾ എത്ര കാര്യം തോർപ്പിച്ചു. നമുക്ക് ആ പ്രശ്നമൊന്നുമില്ലല്ലോ. എത്ര കാര്യം തോർപ്പിച്ചു. എത്ര ആളുകൾ പൊന്നാനിന്നൊക്കെ പിന്നെ വാണിയമ്പലത്തേക്ക് യാത്ര പോയി. അമ്മാനിയൊക്കെ അങ്ങനെ പോയതാണ്. നല്ലത് അവർ ശരിയോ തെറ്റോ എന്നല്ല ഞാൻ പറയുന്നത്. ത്യാഗത്തിലൂടെ അല്ലാതെ ഇന്ന് ആ പ്രസ്ഥാനം 6 പിളരാൻ മാത്രം വളർച്ച പ്രാപിച്ചു. അതാ ഞാൻ പറയുന്നത്, നിങ്ങൾ ത്യാഗത്തിന് തയ്യാറില്ലാതെ ഇവർ 1, 2, 3 വർഷം കഴിയുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യണ്ട, നമുക്കിങ്ങനെ നോക്കിയിരുന്നാൽ മതി. ഇതിനെ ഏറ്റിക്കൊണ്ടുപോകാൻ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അത് നിങ്ങൾ ലോകത്തെ ഗതിവിഗതികൾ പഠിക്കുന്ന ആളുകൾക്ക്, മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അവർക്കിത് വേഗം മനസ്സിലാവും. ലോകത്തിൻ്റെ ഗതിവിഗതികൾ ഇപ്പോൾ എവിടെ എത്തിക്കുമെന്നറിയോ? ലോകത്തിൻ്റെ ഏത് രാജ്യത്തുനിന്നും ഖുർആനിൻ്റെ ചർച്ചയാണ്. അല്ലാതെ ഇനി ഈ ഖുർആൻ കൊണ്ട് ഇപ്പോൾ മുമ്പൊക്കെ ചോദിച്ചിരുന്നത് എന്താണ്, നിങ്ങളല്ലാതെ വേറെ ആരെങ്കിലും ഇത് പറയുന്നുണ്ടോന്നാ മുമ്പ് ചോദിച്ചിരുന്നത്. ഇപ്പം അതല്ല. ഇപ്പം ഇവർക്കിത് എവിടുന്നാ കിട്ടണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന അവിടേക്കെത്തി, ഭാഷ മാറ്റി. മുമ്പ് പറയുന്ന ഈ കേരളത്തിലെ ഒരു ചേകന്നൂരും ഒരു അസീസും എങ്ങനെ ഒരു 3-4 ആൾക്കാരല്ലാതെ ആരാപ്പം അത് പറയണത്? ലോകത്ത് എത്ര പണ്ഡിതന്മാരുണ്ട്, ഓലെന്നത് കണ്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അതെന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, അറിവ് പെട്ടെന്ന് തന്നെ കൊടുക്കരുത്. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ഒരു അറിവിനെ മുഴുവനായിട്ടും ഒരാൾക്ക് ഒക്കെ കൊടുക്കരുത്. കൊടുത്താൽ മൂപ്പര് നാളെ ഇപ്പോൾ ഒരാളോട് പറഞ്ഞ് ഹജ്ജിന് പോകണ്ടെന്ന് പറഞ്ഞാൽ നാളെ ഗുരുസ്വാമിനെ പൊടിച്ചിട്ട് പിന്നെ ശബരിമലക്കാൻ പോകും. അത് വാശിയാണ്. കാരണം അവനത് ഉൾക്കൊള്ളാനായിട്ടില്ല. അതെന്തെന്ന് പറഞ്ഞാൽ അവിടേക്ക് കൊണ്ടുപോയിട്ട് ഇത് സമൂഹത്തിന് ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലും ഒരു കഷ്ണം, എന്തെങ്കിലും ഒരു പൊട്ട് പേനയെങ്കിലും മുന്നിൽ വേണം. ഇത് ആത്മീയതയുടെ ഒരു പിരാന്ത. ആത്മീയത എന്ന് പറഞ്ഞാൽ അത്രക്കും ദുർബലമാണ്. ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും കിട്ടണം. എന്നാലും എന്തെങ്കിലും ഒരു സലാം പറയാനെങ്കിലും ഒരു കല്ല് വെറുതെ ഒന്ന് ചുറ്റുക. ഇത് ഒരു ശരാശരി വിശ്വാസിയുടെ ആവശ്യമാണ്. അവനല്ലാതെ ഇത് സഹിക്കൂല. അങ്ങനത്തെ ഒരാളോട് പറയാണ്, നിങ്ങൾ ഇനി നാളെ ഹജ്ജിനൊന്നും പോകണ്ടെന്ന് പറഞ്ഞാൽ മറ്റന്നാൾ പോയി ഗുരുസ്വാമിനെ കൂട്ടി ശബരിമലക്കാണ് പോകും. കാരണം അവൻ്റെ മനസ്സിൽ ഇത് വേരൂന്നി എന്തെങ്കിലും ആത്മീയത എന്ന് പറയുന്നത് അത്ര ദുർബലാണ്. അവനിൽ അത്രമാത്രം വേരൂന്നിയതുമാണത്. ഒരു ഭക്ഷണത്തിൻ്റെ രീതി മാറ്റാൻ ഡോക്ടർ പറയുമ്പോൾ മരണം സംഭവിക്കുമെന്ന് പറഞ്ഞാൽ വരെ മാറ്റാൻ തയ്യാറല്ല. നിങ്ങൾ സിഗരറ്റ് വലിക്കരുതിട്ടില്ല, പ്രശ്നമാണ്, ക്യാൻസർ ഉണ്ട്, എന്നാലും മൂപ്പര് വലിക്കും. അതൊരു ശീലമാണ്. ഇന്നലെ വരെ ചോറും നീന്ന ആളെ നിങ്ങൾ ചോറും നിന്നിട്ടില്ലേ, രാത്രി 2 ചപ്പാത്തി കഴിച്ചാൽ മതി, നിങ്ങൾക്ക് വളരെ ഷുഗറൊക്കെ കുറേ കൂടി, എന്നാലും മൂപ്പര് ചോറുന്നു. അതെന്താന്ന് പറഞ്ഞാൽ അവൻ ശീലിച്ചു പോകുന്ന ഒരു ശീലമാണ്. ഈ ശീലം ഇവൻ്റെ തന്നെ ജീവൻ മുന്നിൽ കാണുന്ന ജീവന് വരെ അപകടം വരുമെന്ന് വിചാരിച്ചാൽ വരെ മാറ്റാൻ തയ്യാറില്ലാത്ത സമൂഹമത്തോട് നൂറ്റാണ്ടുകളായി അവനിൽ വേരൂന്നിയ ഒരു വിശ്വാസത്തെയോ ഒരു ആചാരത്തെയോ ഒരു അനുഷ്ഠാനത്തെയോ പിഴുതെറിയണം എന്ന് പറയുന്ന ഇതിൻ്റെ 1000 മടങ്ങ് ശക്തിയിലാണ് അതിനെ സ്ഥാപിക്കാൻ അവൻ ശ്രമിക്കുക. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ
നിരന്തരമായ പഠനത്തിലൂടെയും അറിവിലൂടെയും അല്ലാതെ ഒന്നും മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇത് ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ശരാശരിക്കാരൻ്റെ അവസ്ഥയാണ് നിങ്ങൾ. അപ്പം നമ്മുടെ സഹോദരങ്ങൾ ഇത് ഇന്നാണ് എടുത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അവരോട് ദേഷ്യപ്പെടുന്നു വേണ്ട. സഹോദരങ്ങൾ എൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഒരു സഹോദരനെയും നമ്മൾ കുറ്റം പറയരുത്. അവനും അറിവ് എന്ന് പറയുന്നത് അറിവാണെങ്കിൽ പോലും അവന് മെല്ലെ മെല്ലെ അറിവിലേക്ക് എത്താൻ പറ്റും. അത് നമ്മൾ ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വളർച്ച 14 വയസ്സാണ്. പറഞ്ഞത് BJP കാരനാണെങ്കിലും സത്യം അതാണ്. ഒരു ശരാശരി ഇന്ത്യക്കാരൻ്റെ വളർച്ച 14 വയസ്സിൻ്റെ ഒരു കുട്ടിയുടെ വളർച്ച, മാനസിക വളർച്ചയുള്ളൂ ഇന്ത്യക്കാരൻ്റെ മൊത്തത്തിലുള്ള വളർച്ച. അങ്ങനത്തെ ആളുകളോടാണ് നമ്മളിത് പറയണമെന്ന് നോക്കണം. ഇത് ഫിലോസഫിയാണ് സത്യത്തിൽ. ഈ തത്വജ്ഞാനാണത്. ഈ തത്വജ്ഞാനം ആരോടാ പറയണമെന്ന് മനുഷ്യനെ തന്നെ ഗുണകരമാക്കി മാറ്റാൻ ഇത് ഇവനിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. ഈ സമൂഹം ഇങ്ങനെ പോയാൽ പറ്റൂല. അതുകൊണ്ടാണ് ഒരു യൂറോപ്യൻ പണ്ഡിതൻ പറഞ്ഞത്, ഞാൻ എവിടെ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തിട്ടുണ്ട്. ഒരു യൂറോപ്യനായ ആൾ പറഞ്ഞത്, മുഹമ്മദ് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകം ഇതിനേക്കാളൊക്കെ 1000 വർഷം മുന്നോട്ട് പോയവനെയാണ്. മുഹമ്മദ് ലോകത്ത് ജനിച്ചില്ലായിരുന്നുവെങ്കിൽ ലോകം ഒരു 1000 വർഷമെങ്കിലും ഇനിയും മുന്നോട്ട് പോയതിനാണ്. ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവ് വശം നിങ്ങൾ കാണണം, അതിൻ്റെ നെഗറ്റീവ് അല്ല. അയാൾ പറഞ്ഞ നെഗറ്റീവ് കാണാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞത്. അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇസ്ലാം അയാൾ കണ്ടില്ല. യഥാർത്ഥ ഇസ്ലാം ലോകത്തുനിന്ന് കണ്ടില്ല അയാൾ. യഥാർത്ഥ ഇസ്ലാം അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ച ആരും ശ്രമിച്ചില്ല. ലോകത്തിന് എന്തെങ്കിലും കുറച്ച് പറയാൻ ശ്രമിച്ച ആളുകളൊക്കെ അവർ കൊന്നും കളഞ്ഞു. അതാ സംഭവിച്ചത്. അതുകൊണ്ടാണ് അയാൾ അത് പറയാൻ പ്രേരിപ്പിച്ചത്. അതാണ് അതിൻ്റെ പോസിറ്റീവായ വശം നമ്മൾ എടുക്കണം എന്ന് പറയുന്നത്. ഒരു യൂറോപ്യൻ ആൾ പറഞ്ഞതാ, മുഹമ്മദ് ലോകത്ത് അതെന്തുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യരും അമേരിക്കക്കാരും അതുപോലുള്ള ആളുകളൊക്കെ ഉണ്ടാക്കുന്ന ആയുധം എവിടെ ചെലവാക്കണത്? ഈ തേർഡ് വേൾഡ് രാജ്യങ്ങളാണ്. ഞാൻ പറയുന്ന ഈ സമാധാനത്തിൻ്റെ ഈ സന്ദേശത്തിലേക്ക് വന്നാൽ ലോകത്തിന് കിട്ടുന്ന നന്മങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റണില്ല എനിക്ക്. ഇന്ത്യ ഇത്രയും 70% ആയുധം വാങ്ങണത് എന്തുകൊണ്ടാണെന്നറിയോ? പാകിസ്ഥാൻ തൊട്ട രാജ്യത്തുണ്ടാവുകൊണ്ടാ. തൊട്ട അയലോകത്ത് അല്ലെങ്കിൽ ഇത്ര വാങ്ങൂല. നിങ്ങൾ പറയും, ഈ അമേരിക്കയും യൂറോപ്പും അതുപോലെ ഇസ്രയേലും ഉണ്ടാക്കുന്ന ആയുധങ്ങൾ വാങ്ങുന്നത് മുഴുവൻ ഈ തേർഡ് വേൾഡ് രാജ്യങ്ങളാണ്, അറബ് രാജ്യങ്ങൾ കൂടുതലും. ഇത് വാങ്ങി ഉപയോഗിക്കാവുന്നത് കൊണ്ടാണ് ലോകത്ത് ഡിഫൻസിന് വേണ്ടിയിട്ട് മനുഷ്യരുടെ ഭക്ഷണത്തിനും പാർപ്പിടത്തിനും ആരോഗ്യത്തിനും അവരുടെ ജീവൻ്റെ നിലനിൽപ്പിനൊക്കെ വിദ്യാഭ്യാസത്തിനും അറിവിനും ജ്ഞാനത്തിനുമൊക്കെ വേണ്ടി ചിലവഴിക്കേണ്ട പണം മുഴുവൻ ഈ രൂപത്തിൽ പോകുന്നത്. ഞാൻ ഒരു മേഖലയെ പറയണത്, എന്താ ഖുർആനിലേക്ക് വന്നാലല്ല മെച്ചെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാക്കി തരാൻ എനിക്ക് കഴിയുന്നില്ല. അത് ഒരു മേഖലയാണ്. ഇങ്ങനെ നിങ്ങൾ ഖുർആനിലേക്ക് ലോകം ഇങ്ങോട്ട് വന്നാൽ ഇത് ലോകത്തിന് ഗുണകരമാക്കി ഇതിനെ മാറ്റുക, ലോകത്തിന് നന്മയാക്കി മാറ്റുക. അതാണ് സത്യത്തിൽ ആത്മീയതയുടെ വശം എന്നാണ്. നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. ഞാൻ പറയണത്, ഞാനൊരു ചായപ്പീടി തുടങ്ങി, ഒരാഴ്ചയൊക്കെ ഞാനത് തുറന്നിങ്ങനെ ഇരുന്നു, ആരും ചായ കുടിക്കാൻ വരുന്നില്ല. 8ാം ദിവസം ഞാനത് പൂട്ടും. ഇന്ന പോലെയാണ് ഈ ആയുധ കമ്പനികളും ആയുധ ശേഖരങ്ങളും ഫാക്ടറികളും ഒക്കെ ലോകത്ത് നിലനിൽക്കുന്നത്. ഇത് വാങ്ങാൻ ആളുണ്ടാകൊണ്ടാണ്. തൊട്ട രാജ്യം തനിക്ക് ഭീഷണിയാവുമ്പോഴാണ് ഇതിനു വേണ്ടി ചിലവഴിക്കപ്പെടുന്ന പണം. അതിനുവേണ്ടി നമ്മളുടെ ഭക്ഷണമാണത്, നമ്മുടെ പാർപ്പിടാണത്, നമ്മുടെ ആരോഗ്യമാണത്, നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട പണമാണ് ഈ പോണത്. ഇതെന്താ ജനം ചിന്തിക്കാത്തത്? അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ദീർഘവീക്ഷണം പോലും, ദീർഘവീക്ഷണം ഇല്ല രാഷ്ട്രീയക്കാരന്, ദീർഘവീക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ തൻ്റെ 5 കൊല്ലത്തിൽ തന്നെ പരമാവധി പദ്ധതികൾ ഇവൻ തന്നെ വരുത്തണം എന്നാണ്. കാരണം അതിൻ്റെ കമ്മീഷൻ പറ്റാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പാക്കി അത് താൻ അധികാരത്തുനിന്ന് പോയാലും ഒരു 50 കൊല്ലം കഴിഞ്ഞ് വരുന്ന ആൾക്കാണെങ്കിലും ഇതിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റുന്ന രീതിയിൽ പദ്ധതിയെ ആവിഷ്കരിക്കണം എന്നൊരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്നില്ല. തൻ്റെ 5 കൊല്ലത്തിൻ്റെ ഇടയിൽ തന്നെ പരമാവധി പദ്ധതികൾ എവിടുന്നൊക്കെ കിട്ടാവുന്ന ഫണ്ടുകളുണ്ടോ പദ്ധതികളുണ്ടോ അതിനൊക്കെ കമ്മീഷൻ പറ്റാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറയുന്നത്, ആ ഒരു രാഷ്ട്രീയക്കാരൻ്റെ ദീർഘവീക്ഷണം പോലും ആത്മീയവാദികൾക്കോ ആത്മീയ പുരോഹിതന്മാർക്കോ മതപണ്ഡിതന്മാർക്കോ അവരുടെ പ്രവർത്തനങ്ങളിൽ ഇല്ലാതെ പോയാൽ വരും തലമുറയിൽ ഇതിൻ്റെ വില, മഹത്തായ ഒരു വില നൽകേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് വസ്തഈനു ബിസ്സബരി വസ്സലാത്ത്, ഈ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ നിങ്ങൾ പിന്തുടർന്ന് ജീവിച്ചുകൊണ്ടും
അതിനുവേണ്ടി സ്ഥിരോത്സാഹം നടത്തിക്കൊണ്ടും ദൈവത്തിൻ്റെ സഹായം കിട്ടുമോ എന്ന് നിങ്ങൾ തേടുക. ഇസ്താന തേടുക, ഇസ്തവന്ന തേടുക എന്ന സഹായം കിട്ടുമോ എന്ന് തേടുക. കാരണം ഇന്നല്ലാഹ മഅ സ്വാബിരീൻ, അള്ളാഹു സ്ഥിരോത്സാഹികളുടെ കൂടെയാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അധ്വാനിക്കാം. ലോകത്ത് ഖുർആനിൻ്റേതായി കിട്ടാവുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ ഖുർആനിൻ്റെ ആൾക്കാർക്കുണ്ട്. ഒരുപാട് സൈറ്റിൽ നിന്ന് കോപ്പി എടുക്കാൻ കിട്ടും. ഇംഗ്ലീഷിലുണ്ട്, അറബിയിലുണ്ട്, ഉറുദുവിലുണ്ട്, ചില മലയാളം ഗ്രന്ഥങ്ങളുണ്ട്. ഇത് ഒരു 10 അത് അബ്ദുസലാമിന്റെ പരിഭാഷ വായിച്ചാൽ തന്നെ പാവം തോന്നും. ആകുമോ? ആ പരിഭാഷ വായിച്ചാൽ തന്നെ പാവം തോന്നും ആ സാധുവിനോട്. അജാലത്തും നിങ്ങളാക്കുകയാണോ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം മാറിയേ. നിങ്ങളാക്കുകയാണോ എന്ന് വെച്ചില്ലേ? ആന്നേ, അത് വേറെ, അത് ഒരു വാചകം. എന്നാ CN ഒക്കെ എത്ര ഡീസൻ്റാ. സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. മാന്യമായ എഴുത്ത്. 50 കൊല്ലം മുമ്പ് എഴുതിയിരിക്കണു. ആ ഒരു മാന്യമായ ഭാഷാ ശൈലി പോലും ഇല്ലല്ലോ അതിൽ. ഞാൻ പറയുന്നത് എന്താണെന്ന്, ഒരു പരിഭാഷ എഴുതാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമുള്ളതാണ്. ഞാൻ അജാലത്തും സിക്കായത്തൽ ഹാജിബ ഇമാറത്തൽ മസ്ജിദിൽ ഹറാം എന്നുള്ള അതിന് ഞാനിവിടെ വന്നതിൻ്റെ ഇരുന്നപ്പോൾ അങ്ങനെ ഒരു 8-10 ആയത്തുകളെ നോക്കി. എനിക്ക് അതിനോട് പാവാ തോന്നിയത്. അത് 1ാം ക്ലാസ്സിലെ കുട്ടിയുടെ അറിവ് പോലും ഇല്ലല്ലോ ഇതിന്. ഇത് എങ്ങനെ ഒരു പരിഭാഷ എഴുതിയതെന്ന് ആലോചിക്കുകയാണ്. ഒരു പരിഭാഷ എഴുതാനുള്ള നോളേജ് ഒരു 1ാം ക്ലാസ്സിലെ സ്റ്റാൻഡേർഡും കൂടി ഇല്ല പരിഭാഷക്ക്. എന്നാൽ CNനൊക്കെ പൂവിട്ട് പൂജിക്കണം. നമസ്കാരം. കാരണം അന്ന് പച്ച മലയാളത്തിൽ അന്ന് എഴുതിയിട്ടില്ല ഒരാളും. അൽഹംദായിരിക്കുന്നത് ലില്ലാഹിൽ, ഇല്ലാക്കായിരിക്കും അള്ളാഹ്ക്കായിരിക്കും, റബ്ബുല്ലാലമീനോ റബ്ബുല്ലാലമീനാണെന്ന് അർത്ഥം പറയുന്ന കാലത്താണ് നിങ്ങൾ പറയണം. നോക്കണം. അതാണ് പാണ്ഡിത്യം. നമ്മൾ അംഗീകരിക്കണം. അയാൾക്ക് അറിവുണ്ടായിരുന്നു. എന്തോ ആകട്ടെ, അന്ന് ഏതാ കാലം നോക്കണം. ഹംദായിരിക്കുന്നത് ലില്ലാഹിൽ, അള്ളാഹ്ക്കായിരിക്കും, റബ്ബുല്ലാലമീനോ റബ്ബുല്ലാലമീനാണ് എന്നാണ് അന്ന് അർത്ഥം പറയുന്നത് ദർസിലും അറബി കോളേജിലൊക്കെ. ആ കാലഘട്ടത്തിലാണ് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാവുന്നു സർവസ്തുതിയും. അതൊരറിവാണ്. ആ അറിവിനെ ബഹുമാനിക്കണം നമ്മൾ. അറിവുകൾ ആരുടേതായാലും നമ്മൾ അതിനെ ആദരിക്കണം. അതാണ് പറയുന്നത്. ഒരുപാട് ചിന്തിക്കുന്ന ജനങ്ങളുണ്ട്, ഉന്നതമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് പല ഭാഗത്തും. ഇപ്പം ഇന്ന് ഒരു സാധാരണക്കാരൻ, ഞാൻ നിങ്ങളീ പറയുന്ന അവർക്കൊക്കെ എന്നോ എത്തിക്കണോ, പക്ഷെ നമ്മളിത് പറഞ്ഞു നടക്കണില്ലാന്നേ ഉള്ളൂ. നമ്മളതിനൊന്നും. അപ്പം ഈ പറയുന്നൊരു സാധാരണക്കാരനാണ്, ഒരു സാധാരണ ടെക്സ്റ്റൈൽസ് നടത്തുന്ന ഒരാളാണ്, സാധാരണക്കാരനാണ്. പക്ഷെ അവൻ പറഞ്ഞു, ഞാൻ നിങ്ങൾ ഈ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ ഞാൻ എത്തിയിട്ട് എത്രയോ വർഷങ്ങളായി, പക്ഷെ നിങ്ങളെപ്പോലെ ഞാനിത് പറഞ്ഞു നടക്കാറില്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു ഉന്നതമായ പ്രത്യയശാസ്ത്രത്തിന് ശക്തമായ ഒരു സംഘബോധവും കൂടെ കുറച്ച് ആളുകളും ഇല്ലാതെ അതിനെ വിജയിപ്പിക്കാൻ കഴിയില്ല. അതൊരു പോയിന്റാണ്. ലോകത്തെ ഏതൊക്കെ പ്രത്യയശാസ്ത്രങ്ങൾ, അത് എത്ര ഉന്നതമായ പ്രത്യയശാസ്ത്രമാണെങ്കിലും ശരി, അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നിൽക്കാൻ ഒരു സംഘബോധമുള്ള പരിശ്രമശാലികളായ കുറച്ച് ആളുകളും കൂടി ഇല്ലാതെ ആ പ്രത്യയശാസ്ത്രം അത് എത്ര ഉന്നതമായതാണെങ്കിലും അത് വിജയിപ്പിക്കാൻ കഴിയില്ല. അതൊരു പോയിന്റാണ്. ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ വായിച്ചാൽ ആകെ അതിൻ്റെ എസൻസ് അതിനെ കിട്ടി. ഇപ്പോൾ ആമീൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അതിൽ പറയുന്ന പോയിന്റുകൾ പോലും എനിക്ക് അതിന് കിട്ടിയില്ല. ഒരു കന്യാസ്ത്രീ എഴുതിയ ആമീൻ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ക്രൈസ്തവരിൽ നടക്കുന്ന ചൂഷണങ്ങളും അവിടെ നടക്കുന്ന അക്രമങ്ങളും. മതത്തെയല്ല ആ സ്ത്രീ വിമർശിക്കുന്നത്. നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ ക്രൈസ്തവ രംഗത്ത് മുഹമ്മദ് നബിക്ക് 12 പെണ്ണുങ്ങളോ 13 പെണ്ണുങ്ങളേ ഉള്ളൂ. ലോകത്തുണ്ടാകുന്ന എല്ലാ കന്യാസ്ത്രീകളും യേശുവിൻ്റെ പെണ്ണുങ്ങളാണ്. അവിടെ പെണ്ണുങ്ങളുടെ എണ്ണം, ഭാര്യമാരുടെ എണ്ണം കൂടുതലാണ്. അതിൽ പറയുന്നുണ്ട് മുഹമ്മദ് നബിക്ക് ഇവർ 13 പെണ്ണുങ്ങളെ വെച്ചിട്ടുള്ളൂ. സമാധാനമുണ്ട്. ലോകത്ത് ഇതുവരെ ജനിച്ചതും ഇതുവരെ ഉണ്ടായതും ഇനി ഉണ്ടാകാൻ പോകുന്ന കന്യാസ്ത്രീകളൊക്കെ ഔദ്യോഗികമായിട്ടൊരു ചടങ്ങ് നടക്കുന്നുണ്ട്. അവിടെ കല്യാണം, ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ട് അവിടെ കല്യാണം നടക്കുന്നുണ്ട്. അതിൽ നടക്കുന്ന ക്രൈസ്തവ രംഗത്ത് നടക്കുന്ന ചൂഷണങ്ങൾ ആ പുസ്തകത്തിൽ പറയും. ആ പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ പറയുന്ന കാര്യം പോലും ഇബ്നു ഖൽദൂന്റെ ബുക്ക് വായിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ ഈ ഒരു പോയിന്റ് അതാണ് ഏതിൽ നിന്ന് ഇൽമ് സമൂഹത്തിന് ഗുണകരമായ ഒരു അറിവ് കിട്ടുകയാണെങ്കിൽ അത് അതിൽ നിന്ന് എടുക്കുക. നമ്മൾ അതിന് അവിടെ നിന്ന് കോട്ട് ചെയ്യാം, അതിനൊരു ജനങ്ങളോട് പറയാം. അതിൽ നിന്ന് കിട്ടിയ ഒരു കോട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇൽമ്, ഇബ്നു ഖൽദൂന്റെ മുഖദ്ദിമ വായിച്ചിട്ട് കോട്ട് ചെയ്യാൻ പറ്റിയ ഒരു അറിവ് ഇതാണ്. എന്ത്? എത്ര തന്നെ ഉന്നതമായ ഒരു പ്രത്യയശാസ്ത്രമാണെങ്കിലും, എത്ര തന്നെ ഉന്നതമായ ഒരാശയമാണെങ്കിലും അതിനെ പ്രാവർത്തിക രൂപത്തിൽ അവതരിപ്പിക്കാനും അത് സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കാനും പറ്റിയ ശക്തമായ ഒരു ജനസംഘത്തിൻ്റെ പിൻബലമില്ലാതെ അത് അവതരിപ്പിക്കാനോ വിജയിപ്പിക്കാനോ കഴിയില്ല. ആ ഒരു സംഘബോധം അത്
ഉണ്ടാകണം. ലാ ഉഖ്സിമു ബിഹാദൽ ബലദ്, ഇതിനെ പിടിച്ചപ്പോൾ ഞാൻ സത്യം ചെയ്യണില്ല എന്നാണ് അമ്പല വിചാരം. സത്യം കാര്യം അങ്ങനെയല്ല, ഞാൻ സത്യം ചെയ്യുന്നു എന്ന് അമ്പല എഴുതി വെച്ചിരിക്കണത്. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യുന്നില്ല എന്നാ. ചില ചെയ്യാതിരിക്കലിന് ചെയ്തതിനേക്കാൾ 1000 മടങ്ങ് ശക്തിയാണ്. അത് ഭാഷയിലുള്ള പ്രയോഗം വരിക്ക് അറിയാഞ്ഞിട്ടാണത്. ഞാൻ പറയണില്ല എന്ന് പറഞ്ഞാൽ എന്നാ പറയാൻ നല്ലത്. ഞാൻ ഇപ്പം എന്നോടൊന്നും പറയണില്ല എന്ന് ചില പറയും പാപ്പാർ, അതിലേക്ക് നല്ലതെന്നാ പറയാൻ നല്ലത്. അപ്പോൾ അള്ളാഹുവിനെ ഇവർ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ ഇവർ പറയുന്നത് അള്ളാഹു മനുഷ്യനെ ദൈവത്തിൻ്റെ പ്രതിരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്നാണ് ഇവർ പറയണത്. ഞാൻ പറയുന്നത് അങ്ങനെയല്ല. മനുഷ്യൻ്റെ പ്രതിരൂപത്തിൽ മനുഷ്യനൊരു അള്ളാഹുവിനെ സൃഷ്ടിച്ചിരിക്കുകയെന്നാണ് ഞാൻ പറയണത്. നിരീശ്വരവാദമല്ല കേട്ടോ. ഇന്നത്തെ സങ്കല്പത്തിലുള്ള അള്ളാഹിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ചില പോയിന്റുകൾ ഞാൻ പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്ന ദൈവമല്ല, അതല്ല, അതാണ് ദൈവികം. അതായത് ഇപ്പം മുസ്ലിങ്ങളുടെ മൊത്തത്തിലുള്ള സങ്കല്പം എന്താണ്? ദൈവത്തിൻ്റെ പ്രതിരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ ഇവർ പറയുന്ന അള്ളാഹു ദേഷ്യപ്പെടുന്ന അള്ളാഹു, കോപിക്കുന്ന അള്ളാഹു, ഇടക്കിടക്ക് ഇറങ്ങി വരുന്ന അള്ളാഹു, ഇടക്കിടക്ക് ചീത്ത പറയുന്ന അള്ളാഹു, ദയനീയമായിട്ട് ഒന്നും മക്കളെ ഒന്നും നേരായി നിങ്ങളൊന്ന് ദയനീയമായിട്ട് പറയുന്ന അള്ളാഹു, അള്ളാഹ് വന്ന് കുളിപ്പിച്ചെന്ന് പറയുന്ന അള്ളാഹു. ഇങ്ങനെ മനുഷ്യൻ അവൻ്റെ സങ്കല്പത്തിൽ നിന്ന് സൃഷ്ടിച്ച അള്ളാഹുവാണ് ഇപ്പോൾ ഉള്ളത്. അതാണ് മനുഷ്യനാണ് ഇപ്പോഴത്തെ അള്ളാഹുവിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാൻ ഇപ്പം ഖുർആൻ പറയുന്ന അള്ളാഹു അല്ല ഞാൻ പറയണത്. ഇപ്പം ചിലർ പറയുന്നത് അള്ളാഹു, ഇപ്പം അത് പറഞ്ഞപ്പോൾ ക്രൈസ്തവരിൽ ഒരു പുരോഹിതന് അക്ബറിൻ്റെ നേരക്ക് ചാടുന്നുണ്ട്. നിങ്ങളുടെ അള്ളാഹു നിങ്ങളുടെ അടിമകൾ എന്നല്ലേ വിളിച്ചിരിക്കണത്, അതിനാണ് പറയാൻ മറുപടി ഇല്ല എന്നിട്ട് അത് പറഞ്ഞാൽ മതി. അടിമകൾ തന്നെയാണ്. ഞങ്ങളുടെ ദൈവം പറഞ്ഞിരിക്കണം മക്കളെ എന്നാണ് വിളിച്ചിരിക്കണം. ഞാൻ പറഞ്ഞു അബുദ് തന്നെ വിളിക്കേണ്ടത്. സുനാമി വരുമ്പോൾ അള്ളാഹ് ഞാൻ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ ഒരു രക്ഷ. നമ്മളവിടെ അടിമകളാണ്. ഒരു ഭൂകമ്പം ഇവിടെ ഉണ്ടാകുകയാണ്, ഒരു ഭൂകമ്പം. അള്ളാഹ് ഞാൻ എൻ്റെ കുട്ടിയല്ലേ, ചിന്ന ഒന്നും കാത്തരുതെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. അവിടെ ആ പ്രകൃതിയുടെ, അതാണ് അള്ളാഹു, ആ പ്രകൃതിയുടെ ആ പ്രതിഭാസത്തിൻ്റെ അടിമകൾ തന്നെ നമ്മൾ. അതിന് വിധേയമാകന്നെ വേണ്ടി വരും. അവിടെ അടിമകൾ തന്നെയാണ് നമ്മൾ. ഇപ്പോൾ നിങ്ങൾ അതിന് നിങ്ങളുടെ വേദത്തിൽ ദാസന്മാരാണ് നല്ല വിളിച്ചിരിക്കുന്നത്. ദാസൻ തന്നെയാണ് മനുഷ്യൻ. ഒരു സുനാമി വരികയാണ്, അള്ളാഹ് ഞാൻ എൻ്റെ കുട്ടിയാണ്, ചിന്ന ഒന്ന് രക്ഷപ്പെടുത്തുന്ന പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. ആ പ്രകൃതിയിലെ പ്രതിഭാസത്തിന് നമ്മൾ അബുദാകന്നെ വേണ്ടി വരും, അതിൻ്റെ അടിമയാകന്നെ വേണ്ടി വരും, അതിന് വിധേയപ്പെടുന്നെ വേണ്ടി വരും. അവിടെയാണ് നിങ്ങൾ ഖുർആൻ എവിടെ നിങ്ങൾ നോക്കിക്കോളി, അത് ശരി തന്നെയാണ്. പക്ഷെ ആ അർത്ഥത്തിൽ കാണണം. ഇവർ പറയുന്ന അള്ളാഹുവിനെ കണ്ടപ്പോക്കാം, ഇവർ പറയുന്ന അള്ളാഹു ഇങ്ങനെ 10 മണിക്ക് ഇറങ്ങി വന്ന് സുബയുടെ മുമ്പ് കയറിപ്പോണം, ആ അള്ളാഹിനെ മനസ്സിലാക്കിയ പ്രശ്നമാണ്. നേരെ മറിച്ച് ഈ പ്രകൃതിയിൽ അവൻ നടപ്പാക്കുന്ന പ്രതിഭാസങ്ങൾ തന്നെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളും അവൻ്റെ ഗുണങ്ങളും എന്ന അർത്ഥത്തിലേക്ക് വരുമ്പോൾ ആ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾക്കും അവൻ്റെ പ്രവർത്തനങ്ങൾക്കും നാം വിധേയമായേ, അതിന് അടിമകളായേ പറ്റൂ. ഏതച്ഛനാ രക്ഷപ്പെടാൻ പറ്റുക? അള്ളാഹ് ഞാൻ എൻ്റെ മകനല്ലേ, എന്നെ മകൻ എന്നല്ലേ വിളിച്ചിരിക്കണം, എന്നെ സുനാമിന്ന് ഒന്ന് സുനാമിയാണ് വന്ന് വിഴിഞ്ഞാൽ കൊണ്ടുപോകും. അതിൻ്റെ അബു തന്നെയാണ് അവൻ, അതിൻ്റെ ദാസൻ തന്നെയാണ് അവൻ, അതിന് അടിമപ്പെടി തന്നെ വേണം അവൻ. ഇതാണ് അള്ളാഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞു ചേകന്നൂർ കുഴപ്പമില്ല, ക്വാളിഫിക്കേഷനേ ഉള്ളൂ. ഹദീസ് നിഷേധിന്ന് 1000 വട്ടം വിളിച്ചോളിയടാന്ന് പറയും ഞാൻ പലരോട്. ഒരു 10,000 വട്ടം കൂടിയും വിളിക്കുന്നവർ വിളിക്കും. ഞാൻ കോളറൊന്ന് വിളിക്കുകയില്ല. എന്ന പോലെ ചേകന്നൂരിന്ന് 1000 വട്ടം വിളിക്കുക. ഇവിടുത്തെ ഏതൊരു പുരോഹിതനിലേക്ക് ചേർത്ത് വിളിക്കുന്നതിനേക്കാളും 1000 വട്ടം വെച്ചാണ് ചേകന്നൂരിന്ന് വിളിക്കുന്നത്. എന്താ കുഴപ്പം? ഒരു കുഴപ്പം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹത്തിൽ കണ്ട ഒരേ ഒരു കുഴപ്പമുള്ളൂ, ഭാഷ കുറച്ച് ശക്തമായിരുന്നു. അത് അദ്ദേഹത്തിന് ഈ മനസ്സിലാക്കിയ അറിവിൻ്റെ ഈ സമൂഹം എത്തിപ്പെട്ട ആ അവസ്ഥ കണ്ടിട്ടായിരിക്കാം, അതിൽ നിന്നുണ്ടായ ആവേശമായിരിക്കാം ആ വാക്കുകൾ ശക്തമാക്കാൻ ആ ഒരൊറ്റ ഡിസ്ക്വാളിഫിക്കേഷനെ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി മൗലയുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ഞാൻ കണ്ടിട്ടില്ല. ഒന്നുകൂടി മയപ്പെടുത്താമായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ അറിവും എൻ്റെ അറിവും തമ്മിലുള്ള മാറ്റമായിരിക്കാം. അദ്ദേഹത്തിൻ്റെ ആഴമേറിയ അറിവും സമൂഹം ഇപ്പോൾ അകപ്പെട്ട ഈ ദുരിതവും ഓർത്തപ്പോൾ തോന്നിയ വികാരത്തിൽ നിന്ന് ഉത്ഭവിച്ച പ്രതികരണമായിരിക്കാം എന്നാണ് ഞാൻ സമാധാനിക്കുന്നത്. മറ്റത് സഹജീവികളോട് സ്നേഹത്തിലേ പറയാൻ പറ്റുള്ളൂ. കാരണം സഹജീവികൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ മുന്നോട്ട് ഈ ആശയത്തെ കൊണ്ടുപോകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.